ഒക്കെ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തില് 76 വരെ ക്വസ്റ്റ്യൻ ആണ് എടുത്തത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു സഹകരണ സംഘത്തിന്റെ പ്രമോഷൻ നൽകണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ട ഒരു ഓർഡർ, അതാണ് ഫീഡർ കാറ്റഗറി സബ് റൂൾ എന്ന് പറയുന്നത്. അതായിരുന്നു 76 ക്വസ്റ്റ്യൻ. പ്രൊമോഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ സീനിയോറിറ്റി ഇൻ ദ ഡാഷ് വിച്ച് ഈസ് അപ്രൂവ്ഡ് ബൈ രജിസ്ട്രാർ. എപ്പോഴും പ്രൊമോഷൻ കൊടുക്കുന്നത് സീനിയോറിറ്റി അനുസരിച്ചാണ്. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് ഏത് ക്വസ്റ്റ്യനാ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാമോ? അതായത് നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എട്ടാമത്തെ പാർട്ട്. അതില് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 77 ക്വസ്റ്റ്യൻ. 76 ആണ് ഒന്നുകൂടെ, 76 വരെയായിരുന്നു എടുത്തിരുന്നത്. അതിൽ 76 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എന്ന് പറഞ്ഞതാണ്. എപ്പോഴും പ്രമോഷൻ സീനിയോറിറ്റി അനുസരിച്ചാണ്. സീനിയോറിറ്റി എന്ന് പറയുന്നത് ജോയിൻ ചെയ്യുന്ന സമയമല്ല. അതായത് നിങ്ങള് 2 പേർക്ക് അല്ലെ 2 or 3 പേർക്ക് ഒരു സംഘത്തിലേക്ക് ജോലിക്ക് അഡ്വൈസ് വന്നു. 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്. അങ്ങനെ 1ഉം 2ഉം 3ഉം റാങ്കുകാര് ആണെങ്കിൽ, നിങ്ങളിപ്പോ 1ാം റാങ്ക് ആണെങ്കിൽ 3ാം റാങ്കുകാരനാണ് ആദ്യം വന്ന് ജോയിൻ ചെയ്തത്. അയാൾക്ക് ഇന്നലെ ഓർഡർ കിട്ടി, ഇന്ന് വന്നങ്ങ് ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് സമയമൊക്കെ നോക്കി നിങ്ങള് നാളെ വന്നാണ് ജോയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ 1ാം റാങ്ക് ആണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് നാളെയാണ്. പക്ഷെ 2ഉം 3ഉം റാങ്കുകാർ ഇന്ന് വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഇനിയിപ്പം കുറച്ചുനാൾ കഴിയുമ്പോൾ ഒരു സീനിയർ ക്ലാർക്കിന്റെ വേക്കൻസി വന്നു. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്ത ആള് തന്നെ, അല്ലെങ്കിൽ നാളെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, ഇന്നാണ് 3ാം റാങ്കുകാരൻ വന്ന് ജോയിൻ ചെയ്തത്. അപ്പൊ പ്രൊമോഷന്റെ വരുന്ന അവസരത്തിൽ സീനിയർ ക്ലാർക്കാർ ഒരു പ്രൊമോഷൻ വന്നിരിക്കുന്നു. അപ്പൊ ആരെയായിരിക്കും ആദ്യം പരിഗണിക്കുന്നത്? ആദ്യം ജോയിൻ ചെയ്ത് ഫസ്റ്റ് റാങ്ക് കിട്ടി. എന്തോ ആദ്യത്തെ റാങ്കുകാരൻ. അതോ ആദ്യം ജോയിൻ ചെയ്ത ആളിനെയാണോ, ആദ്യം റാങ്കുകാരനെയാണോ? ആദ്യത്തെ റാങ്കുകാരൻ. അതെ, അതാണ് സീനിയോറിറ്റി. റാങ്ക് ആണ് സീനിയോറിറ്റി. അല്ലാതെ നേരത്തെ വന്ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കുകാരനാണ് ആദ്യം പ്രമോഷൻ, 2ാം റാങ്കുകാർക്ക് 2ാമത് പ്രമോഷൻ, 3ാം റാങ്കുകാർക്ക് 3ാമത് പ്രമോഷൻ. അപ്പൊ പ്രമോഷൻ കൊടുക്കുന്നത് സീനിയോറിറ്റി അനുസരിച്ചാണ്. സീനിയോറിറ്റി നിശ്ചയിക്കുന്നത് റാങ്കാണ്. സീനിയോറിറ്റിയുടെ ഒരു ലിസ്റ്റ് സംഘം തയ്യാറാക്കണം. ആ ലിസ്റ്റിൽ നിന്ന് വേണം പ്രമോഷൻ കൊടുക്കാൻ. ആ ലിസ്റ്റിന്റെ കോപ്പി എല്ലാ ജീവനക്കാർക്കും നൽകണം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ, അതായത്
സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയതിനകത്ത് 3ാം റാങ്കുകാരന് ആദ്യ സ്ഥാനവും 1ഉം 2ഉം റാങ്കുകാർക്ക് പിന്നിലുമാണ് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കമ്മിറ്റി. എന്നിട്ട് നമുക്ക് പരിശോധിക്കാൻ നിന്നപ്പോഴാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് കമ്മിറ്റിയോട് പറഞ്ഞതിനൊക്കെ കമ്മിറ്റി അത് പരിഗണിക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും പിന്നെ പരാതി കൊണ്ട്? സീനിയോറിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും? ആർബിട്രേഷൻ കോർട്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലാണ് പരാതി കൊടുക്കേണ്ടത്. CAC-യിലാണ്. സീനിയോറിറ്റി സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ. അടുത്ത 78ാമത്തെ ക്വസ്റ്റ്യൻ. 77. Are the employees in the feeder category to the post relinquishes എന്നാണ്. അന്നത്തിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. Are the employees in the feeder category to the post relinquishes, RELINGUISHS, relinquishes promotion? An employee on the immediate lower category shall be promoted to the post after promoting him to the feeder category, creating dash. അതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ വായിച്ച് അങ്ങോട്ട് അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമാകുമ്പോൾ നമ്മൾ അതിന് തള്ളും. എന്താ ക്വസ്റ്റ്യന്? അതായത് ഒരു പ്രൊമോഷന് വേണ്ടി ഇപ്പൊ ഒരു സെക്രട്ടറിയുടെ സ്ഥാനം സെക്രട്ടറി പിരിഞ്ഞു പോയി. അപ്പം സെക്രട്ടറി പോസ്റ്റിലേക്ക് വരേണ്ട ആൾ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി റിലിംഗ്വിഷസ്, താല്പര്യം കാണിക്കുന്നില്ല പ്രൊമോഷന്. അസിസ്റ്റന്റ് സെക്രട്ടറി പറയുന്നത് എനിക്ക് പ്രൊമോഷൻ വേണ്ട, എനിക്ക് സെക്രട്ടറി ആയിട്ടിരിക്കാൻ താല്പര്യമില്ല. അപ്പൊ പിന്നെന്താ മാർഗം? അതിന് താഴെയുള്ള ചീഫ് അക്കൗണ്ടന്റിനോട് ചോദിക്കും. ചീഫ് അക്കൗണ്ടന്റ് പറഞ്ഞു, അല്ലെ ഇന്റേണൽ ഓഡിറ്റർ ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റർ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ലോവർ പോസ്റ്റിലുള്ള ആള് റിലിംഗ്വിഷസ്, താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ ലോവർ പോസ്റ്റിലുള്ള ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കാം. പക്ഷെ അവിടെ പ്രശ്നം വരും. ഈ ഇന്റേണൽ ഓഡിറ്ററെ നേരിട്ട് സെക്രട്ടറി ആക്കാനൊക്കത്തില്ല. ഇന്റേണൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് പ്രൊമോട്ട് ചെയ്യണം. എന്നിട്ട് വേണം സെക്രട്ടറി ആക്കാൻ. അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് എത്താണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ചവിട്ടിയെ മുകളിലോട്ട് പോകാൻ നോക്കും. അപ്പോൾ ഈ ഇന്റേണൽ ഓഡിറ്റർ പറയുകയാണ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് വേണം സെക്രട്ടറി ആക്കാൻ. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഒരു പോസ്റ്റേ ഉള്ളൂ, അവിടെ ഒരാൾ ഇരിക്കുകയാണ്. അപ്പൊ ഈ ആളെ അസിസ്റ്റന്റ് സെക്രട്ടറി ആക്കാൻ തടസ്സമുണ്ടെന്നേരം ഈ ആളിനെ ആ സ്റ്റെപ്പിൽ ഒന്ന് ഇരുത്തിയിട്ട് വേണം സെക്രട്ടറിയുടെ പോസ്റ്റിലേക്ക് ഇരുത്താൻ. നമ്മള് ഒരു ചവിട്ടുപടി പോലെ മനസ്സിൽ കണ്ടാല് ഈ ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്ന ആളിനെ അടുത്ത സ്റ്റെപ്പിൽ കയറ്റി ഇരുത്തിയിട്ട് വേണം തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ ഇരിക്കാൻ അവിടെ സീറ്റില്ല, കാരണം അവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരിപ്പുണ്ട്. ഇങ്ങനത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. അതായത് are the employees in the feeder category to the post relinquishes promotion, an employee of the immediate lower category shall be promoted to the post. അപ്പം ഇവിടെ are the employees എന്ന് പറയുന്നത്
ഒരു ഇപ്പൊ സീനിയർ ക്ലർക്കായിട്ടുള്ള 5 പേരുണ്ട്, 5 പേരും പറയുക എനിക്ക് അക്കൗണ്ടന്റ് ആകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ജൂനിയർ ക്ലർക്കിനെയാണ് അങ്ങോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് ഏത് ജീവനക്കാരൻ ഇപ്പം ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ, സീനിയർ ക്ലർക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ ആ ആൾക്കാരെല്ലാം ആർ ദി എംപ്ലോയീസ് റിലിംഗ്വിഷസ്. സീനിയർ ക്ലർക്കുമാരെല്ലാം പറയുന്നത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ജൂനിയർ ക്ലർക്കിനെ എടുക്കും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിളില് ഒരു എംപ്ലോയി, അതായത് അസിസ്റ്റന്റ് സെക്രട്ടറി വന്നേ ഉള്ളൂ എല്ലാവരും. അങ്ങനെ അസിസ്റ്റന്റ് സെക്രട്ടറി അങ്ങനെ താല്പര്യം കാണിക്കാതിരുന്നാൽ ഇന്റേണൽ ഓഡിറ്റർക്ക് പ്രൊമോഷൻ കൊടുത്ത് സെക്രട്ടറി ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഓൾറെഡി ഒരു പോസ്റ്റുള്ള ഒരാൾ ഇരിക്കുമ്പോൾ ആ പോസ്റ്റിലേക്ക് പിന്നെ പ്രൊമോഷൻ കൊടുക്കാൻ ഒക്കത്തുമില്ല. പക്ഷെ പ്രൊമോഷൻ കൊടുക്കാതെ അയാളെ സെക്രട്ടറി ആക്കാനും ഒക്കത്തില്ല. ഈ സമയത്ത് ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. ആ സംവിധാനത്തിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ആർക്കും പറയാവോ? സൂപ്പർ ന്യൂമററി പോസ്റ്റ്. അതാണ്. അതായത് ഇത് ഇപ്പൊ ഇവിടെയാണ് ഇപ്പം ഇന്റേണൽ ആയിട്ട് ഇരിക്കുന്നത്. ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരിക്കുക, ഇതാണ് സെക്രട്ടറി. ഈ ഇന്റേണൽ ഓഡിറ്റർ ഇവിടെ കയറ്റി ഇരുത്തിയിട്ട് വേണമായിരുന്നു ഇവിടെ കൊണ്ടുവരാൻ. പക്ഷെ ഇവിടെ ഇരുത്താൻ ഈ അസിസ്റ്റന്റ് സെക്രട്ടറി ഇവിടെ ഇരിക്കുക. അപ്പോൾ ഈ ഒരു കസേരയേ ഉള്ളൂ. ആ കസേരയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരിക്കുക. അപ്പം ഈ ഇന്റേണൽ ഓഡിറ്ററെ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ട് വേണമേ ഇവിടെ കൊണ്ടുവരാൻ ഒക്കത്തുള്ളൂ. ആ സമയത്ത് എന്ത് ചെയ്യും? തൊട്ടപ്പുറത്ത് ഒരു കസേര ഇടും, ഒരു കസേരയും കൂടി ഇടും. ഇട്ടിട്ട് അതിന് അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന് പേര് കൊടുക്കും. എന്നിട്ട് അയാളെ ഇവിടെ കൊണ്ടിരുത്തും. എന്നിട്ട് സെക്രട്ടറി ആക്കും. എന്നിട്ട് ഈ കസേര എടുത്തങ്ങ് മാറ്റും. അതാണ്. അപ്പൊ അങ്ങനെ ഇതിനെയാണ് സൂപ്പർ ന്യൂമറി പോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചോണ്ട് ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നൊരാളിനെ ആക്കിയിട്ട് പിന്നെ സെക്രട്ടറി ആക്കിയപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് പിന്നെ ഇല്ല. ഇവിടെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്. ഇവിടത്തേക്ക് നിയമനം നടന്നത് തൽക്കാലത്തേക്ക് മാത്രം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് സെക്രട്ടറി ആക്കും. സെക്രട്ടറി ആയി കഴിയുമ്പോൾ ഈ പോസ്റ്റ് പിന്നെ ഇല്ല. അങ്ങനെ താൽക്കാലികമായിട്ട് മുകളിലുള്ള ജീവനക്കാരൻ പ്രൊമോഷൻ വേണ്ടെന്ന് പറഞ്ഞാൽ താഴെയുള്ള ആളിനെ അതിന് മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായി ഉണ്ടാക്കുന്ന പോസ്റ്റിനെയാണ് സൂപ്പർ ന്യൂമറി പോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് the promotion from sub-staff category to the post of junior clerk shall be made only such employees are having required qualification and minimum dash year service in feeder category. അതായത് സബ് സ്റ്റാഫ് എന്ന് പറയുന്നത് പിയൂണ്, അറ്റൻഡറ്, പാർട്ട് ടൈം സ്വീപ്പർ അങ്ങനെയുള്ളവരെയാണ് സബ് സ്റ്റാഫ് എന്ന് പറയുന്നത്. സബ് സ്റ്റാഫ് വിഭാഗത്തിലുള്ള ഒരാളിന് ജൂനിയർ ക്ലർക്കായിട്ട് പ്രൊമോഷൻ കൊടുക്കാം. ആ സബ് സ്റ്റാഫിലുള്ള ആളെ ക്വാളിഫൈഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ജൂനിയർ ക്ലർക്ക് ആകാനുള്ള ക്വാളിഫിക്കേഷൻ ADCയോ HDCയോ സബ് സ്റ്റാഫ് നേടിയാൽ ജൂനിയർ ക്ലർക്കിന്റെ പോസ്റ്റ് ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ജൂനിയർ ക്ലർക്കായിട്ട് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ അയാൾ JDC പാസ്സായാലും HDC പാസ്സായാലും മിനിമം സബ് സ്റ്റാഫ് പോസ്റ്റിൽ 3 കൊല്ലം അയാൾ ഇരിക്കണം. എന്നിട്ട് മാത്രമേ പ്രൊമോഷൻ കൊടുക്കത്തുള്ളൂ. അപ്പൊ അത് മിനിമം 3 years ആണ്. എന്നാൽ ഒരു ജൂനിയർ ക്ലർക്കിനെ സീനിയർ ക്ലർക്ക് ആക്കുന്നതിന് ഇത്ര കൊല്ലം ജൂനിയർ ക്ലർക്കായിട്ട് ഇരിക്കണമെന്നില്ല. ഒരു സീനിയർ ക്ലർക്കിനെ അക്കൗണ്ടന്റ് ആക്കുന്നതിന് ഇത്ര കൊല്ലം സീനിയർ ക്ലർക്കായിട്ട് ഇരിക്കണമെന്നില്ല. ഒരു അക്കൗണ്ടന്റിനെ ചീഫ് അക്കൗണ്ടന്റോ ഇന്റേണൽ ഓഡിറ്ററോ ആക്കുന്നതിന് അയാളെ ആ പോസ്റ്റിൽ എത്ര കാലം ഇരിക്കണമെന്ന് പറയുന്നില്ല. എന്നാൽ സബ് സ്റ്റാഫ് വിഭാഗത്തിൽപ്പെട്ട ആളെ മിനിമം 3 കൊല്ലം ആ പോസ്റ്റിൽ ഇരുന്നാൽ മാത്രമേ അയാൾ ക്വാളിഫൈഡ് ആയാൽ പോലും അയാൾക്ക് ജൂനിയർ ക്ലർക്കായിട്ട് പ്രൊമോഷൻ കൊടുക്കാൻ നോക്കൂ. അതാണ് 3 years. അത് നിയമമാണ്. മറ്റ് കേസുകളിലൊന്നും തന്നെ നിയമത്തിന്റെ പിൻബലമില്ല. ചില സംഘക്കാരൊക്കെ 1 കൊല്ലം ജൂനിയർ ക്ലർക്കായിട്ട് ഇരുന്നാൽ മാത്രമേ സീനിയർ ക്ലർക്ക് ആക്കാൻ നോക്കൂ എന്ന് വേണമെങ്കിൽ ഫീഡർ കാറ്റഗറിയിൽ എഴുതി വെക്കും. അങ്ങനെയെങ്കിൽ അതേ പറ്റും. പക്ഷെ
ഈ 3 കൊല്ലം ഈ സബ് സ്റ്റാഫ് വേണമെന്നുള്ള നിർബന്ധമാണ്. എല്ലാ സംഘത്തിന്റെയും ഫീഡർ കാറ്റഗറിയിൽ അങ്ങനെ ഉണ്ടായിരിക്കണം. അടുത്തത്, an employee of a society shall not be promoted to the higher post if he has not successfully completed short-term training from dash in case of short-term credit society. ഈ ഹ്രസ്വകാലം 76-ാമത്തെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് പറയുന്നത്. ഫീഡർ കാറ്റഗറി എന്നാണ് ആൻസർ. ഫീഡർ കാറ്റഗറി. അടുത്ത ചോദ്യം, ഇതൊക്കെ പല സമയത്തും ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വലിയ പ്രാധാന്യത്തെ ഒന്നും, ഇത് ചിലപ്പോൾ ഒരു വട്ടമായിരിക്കും ചോദിച്ചേക്കുന്നത്. ഇതൊക്കെ ഒരു വട്ടം ഒന്ന് ചോദിച്ചാൽ വേറൊന്നായിരിക്കും അടുത്ത വട്ടം ചോദിക്കുന്നത് ഈ ഭാഗത്തു നിന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ വലിയ പ്രാധാന്യത്തെ അത് ശ്രദ്ധിക്കാറില്ല. ഇവിടെ ഈ പ്രമോഷൻ കൊടുക്കണമെങ്കിൽ പുതിയൊരു ക്ലോസ് നമ്മുടെ നിയമത്തിൽ കൂട്ടിച്ചേർത്തു. ആർക്കും പ്രമോഷൻ കൊടുക്കണമെങ്കിൽ അയാൾ ഒരു ഷോർട്ട് ടേം ട്രെയിനിങ് കോഴ്സിൽ പങ്കെടുക്കണം. അതായത് ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാത്ത ഒരാളിന് പ്രമോഷൻ കൊടുക്കരുത്. അതിന് കാരണം, ഒരു സഹകരണ സംഘത്തിലെ ജീവനക്കാരനായി കഴിഞ്ഞാൽ പിന്നീട് യാതൊരു വിധമായ ട്രെയിനിങ്ങിലും പങ്കെടുക്കത്തില്ല. ആധുനികമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റി ഒന്നും പഠിക്കത്തില്ല. അതുകൊണ്ട് അല്ലെ എക്സാം ബോർഡ് മുഖാന്തരമാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് നമ്മൾ അതിന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാറില്ല. നമ്മളൊരു കാലഘട്ടത്തിൽ പഠിച്ച കാര്യം വെച്ചിട്ടായിരിക്കും പരീക്ഷയ്ക്ക് പാസ്സാകുന്നത്. അത് കഴിഞ്ഞാൽ ആധുനികമായ പല കാര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം ആ ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ട്രെയിനിങ് അത്യാവശ്യമാണെന്ന് പറഞ്ഞത്. അങ്ങനെ പലപ്പോഴും സംഘത്തിലെ ജീവനക്കാർ ട്രെയിനിങ്ങിന് പങ്കെടുക്കാറില്ല. ഇപ്പൊ അത് കമ്പൽസറി ആക്കിയിട്ട് പ്രമോഷൻ വേണമെങ്കിൽ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് പ്രമോഷൻ ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടെങ്കിലും ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കും. അതുകൊണ്ടാണ് ഈ ട്രെയിനിങ് കൂടുതൽ ആളുകൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. അത് പ്രധാനമായിട്ടും എവിടെയാണ് ട്രെയിനിങ് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ പോരാ. ഹ്രസ്വകാല മധ്യകാല വായ്പ കൊടുക്കുന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനെയുള്ള ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺ കൊടുക്കുന്ന ആ ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള സംഘങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകാർ പോകേണ്ടത് ഒന്നിൽ അക്സ്തി പോകണം. അതായത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ICM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ് കിംബ്. അങ്ങനെ 3 എവിടെയെങ്കിലും പോകണം. അക്സ്തി അഥവാ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് തിരുവനന്തപുരത്താണ്. അതിപ്പോൾ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നേരത്തെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അണ്ടറിലായിരുന്നു, ഇപ്പൊ അത് ഓട്ടോണമസ് ആണ്. മറ്റൊന്ന് ICM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, 2 കേരളത്തിലുണ്ട്. ഒന്ന് കണ്ണൂരും ഒന്ന് തിരുവനന്തപുരത്തുമാണ്. അത് NCCT നടത്തുന്ന, ഡൽഹി ആസ്ഥാനമായുള്ള NCCT നടത്തുന്ന 2 കോളേജുകളാണ്. കിംബ് എന്ന് പറയുന്നത്, കെയ്പ്പ് എന്ന് പറയുന്ന കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കിംബ്, അവർ നടത്തുന്ന പുന്നപ്രയിലുള്ള ഒരു കോളേജാണ് കിംബ് അഥവാ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ്. ഈ 3 എവിടെയെങ്കിലും പോയി ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് സംഘത്തിൽ വെക്കണം. അത് സർവീസ് ബുക്കിനോടൊപ്പം വെച്ചിരിക്കും. അങ്ങനെ പോയിട്ടുള്ളവർക്ക് മാത്രമേ പ്രമോഷൻ കിട്ടത്തുള്ളൂ. വേക്കൻസി ഉണ്ടെങ്കിൽ പോലും അത് ഫില്ല് ചെയ്യത്തില്ല പ്രമോഷനുള്ള ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാത്ത ആൾക്കാർക്ക്. അപ്പൊ ആ സ്ഥാപനം ഏതൊക്കെയെന്നാണ്? അക്സ്തി, ICM ഓർ കിംബ്. അടുത്തത്, എംപ്ലോയീസ് ഇൻ ദ ലോങ് ടേം ക്രെഡിറ്റ് സൊസൈറ്റീസ്. ലോങ് ടേം ക്രെഡിറ്റ് സൊസൈറ്റികളിൽ, അതായത് ദീർഘകാല വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. അതായത് ദീർഘകാല വായ്പ കാർഡ് ബാങ്ക്, പ്രൈമറി കാർഡ് ബാങ്കിലെ ജീവനക്കാർക്ക്
പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ അവരും ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവര് പങ്കെടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഒന്നുകിൽ കിംബ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ് പങ്കെടുക്കണം, അല്ലെങ്കിൽ STC, ഇപ്പൊ അതിന്റെ പേര് ITM എന്നാണ്. STC എന്ന് വെച്ചാൽ സ്റ്റാഫ് ട്രെയിനിങ് കോളേജ്. അത് എറണാകുളത്താണ്. അത് കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക് നടത്തുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിന്റെ ഇപ്പോഴത്തെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് മാനേജ്മെന്റ് എന്നാണ്. അവിടെ പ്രത്യേകിച്ച് കോഴ്സ് ഒന്നുമില്ല. ITM-ൽ പ്രത്യേകിച്ചൊരു അക്കാഡമിക് കോഴ്സ് ഇല്ല. JDC HDC പോലെ ഇല്ല. അവിടെ പ്യുവർലി ട്രെയിനിങ് മാത്രമാണ്. അത് പ്രത്യേകിച്ച് കുറച്ചു കാലത്തേക്കുള്ള ട്രെയിനിങ്. അപ്പൊ ദീർഘകാല വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ട്രെയിനിങ് ഉള്ള സ്ഥാപനത്തിലെ ജീവനക്കാർ ട്രെയിനിങ് പങ്കെടുക്കേണ്ടത് ഒന്നുകിൽ കിംബ് അല്ലെങ്കിൽ ഈ STC അഥവാ ഇപ്പം ITM എന്ന് പറഞ്ഞെടുത്ത് വേണം പോകാൻ. എംപ്ലോയീസ് ഇൻ അതർ ദാൻ ഷോർട്ട് ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ് ഫ്രം ഡാഷ്. ഈ ഷോർട്ട് ടൈം വായ്പ കൊടുക്കുന്ന സ്ഥാപനവും ദീർഘകാല വായ്പ കൊടുക്കുന്ന സ്ഥാപനവും അല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കറിയാം. കൺസ്യൂമർ, മാർക്കറ്റിംഗ്, ഫിഷറീസ്, ഡയറി, അല്ലെങ്കിൽ വനിത, SC/ST, ഇങ്ങനെയുള്ള ഒരുപാട് സംഘങ്ങൾ വേറെയുണ്ട്. അവരും ട്രെയിനിങ്ങിൽ പങ്കെടുത്തേ പറ്റും. അവര് പങ്കെടുക്കേണ്ട സ്ഥലം ഏതൊക്കെയാണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ. അത് ഒന്നുകിൽ കിംബ്, അല്ലെങ്കിൽ ICM, അല്ലെങ്കിൽ കിക്മ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. അത് കിക്മയാണ്. കിക്മ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന ഒരു മാനേജ്മെന്റ് കോളേജാണ് നെയ്യാർ ഡാമില്. അതാണ് കിക്മ. ഒന്നുകിൽ അവിടെ പോകണം, അല്ലെങ്കിൽ ICM-ൽ തന്നെ പോകാം, അല്ലെങ്കിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ് അഥവാ കിംബ് എന്ന് പറയുന്ന ഫിനിഷിംഗ് കോളേജ് പുന്നപ്രയുണ്ട്, അവിടെ പോകണം. അപ്പൊ ലോങ് ടേം, ഷോർട്ട് ടേം പോകുന്ന ഷോർട്ട് ടേം വായ്പ കൊടുക്കുന്ന സംഘങ്ങളെ പോകേണ്ടത് അക്തിയിലോ ICM-ലോ കിംബിലോ ആണ്. ലോങ് ടേം കൊടുക്കുന്ന സ്ഥാപനം പോകേണ്ടത് ഒന്നുകിൽ കിംബ് അല്ലെങ്കിൽ സ്റ്റാഫ് ട്രെയിനിങ് കോളേജ്. ഇത് രണ്ടുമല്ലാത്ത ബാക്കി എല്ലാ സംഘങ്ങളും ഒന്നുകിൽ കിക്മായി പോകണം, അല്ലെങ്കിൽ ICM-ൽ പോകണം, അല്ലെങ്കിൽ കിംബി പോകണം. അടുത്തതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. No annual increment shall be sanctioned to the employee after the expiry of dash years he has not attended training program. അതെന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടാലും വേണ്ടവില്ല, എനിക്ക് ട്രെയിനിങ്ങിന് പോകാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങള് ഒരു പരിവർത്തനം ക്ലാസ്സിൽ ഇരിക്കുമല്ലേ. ഇപ്പൊ തന്നെ ഈ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഏതാണ് സുഖമുള്ള കാര്യമാണ്. അപ്പൊ ഈ ക്ലാസ് എന്ന് പറയുന്നതിന്റെ അത്രയും ഇഷ്ടമല്ലാത്തൊരു കാര്യം വേറെ ഏതുണ്ട്? എങ്ങനെയാലും ജോലിക്ക് കയറിക്കഴിഞ്ഞ് പിന്നെയും ക്ലാസ് എന്ന് പറയുന്നത് അങ്ങോട്ട് സഹിക്കാനൊക്കത്തില്ല. അങ്ങോട്ട് ഇത് തന്നെയൊക്കെ കേൾക്കുക എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കേ. ഇപ്പൊ പിന്നെ അങ്ങ് കടിച്ചു പിടിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് കയറി പറ്റാൻ വേണ്ടിയുള്ള ആ ആത്മാർത്ഥത കൊണ്ടങ്ങ് ഇരിക്കുക. എങ്കിലും അങ്ങ് ചിലപ്പോഴൊക്കെ അങ്ങ് ലെഫ്റ്റായി പോകും സഹി കേട്ട്. ഞങ്ങള് മനുഷ്യരല്ലേ, ഒരു പരിധിയില്ലേ. ഇതെന്ത് കേൾക്കുന്നത്, രാവിലെ തൊട്ട് കേൾക്കുന്നു, പിന്നെയും ഇതൊക്കെ തന്നെ കേട്ട് ഒരു തലവേദനയായിപ്പോ. അതുകൊണ്ട് ജോലിയില്ലേ, ഇല്ലേലും വേണ്ടില്ല കൊണ്ട് ജെല്ലം കട്ട് ചെയ്ത് പോകും. അപ്പൊ ഒരു സുഖമുള്ള ഏർപ്പാടല്ല ഈ ക്ലാസ് എന്ന് പറയുന്നത്. പറയുന്നവർക്കങ്ങ് പറയാം, കാരണം പറയുന്നവർക്ക് പറഞ്ഞു തീർത്താൽ മതിയല്ലോ. കേൾക്കുന്നവർക്ക് ജോലിപ്പാട് കൂടുതൽ, അത് ഓർത്തിരിക്കണം. അപ്പൊ ഇത് പറഞ്ഞവർക്ക് എന്ത് പറഞ്ഞാലില്ല, ഉപദേശം ആർക്കും പറ്റുമെന്ന് പറഞ്ഞ പോലെ കേൾക്കാൻ അങ്ങോട്ടത് ഉപദേശം കൊടുക്കാൻ ആർക്കും വിശാലമായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളെ എല്ലാവരും ഒന്ന് അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ ഇരിക്കുന്നവരെല്ലാം ഇതങ്ങോട്ട് പറയുന്ന അവസരത്തിലൊക്കെ വലിയ സന്തോഷത്തിൽ ഒന്ന് ഇരിക്കുന്നവരെല്ലാം നമുക്കറിയാം. പിന്നെ ഒരു ആശ്വാസം ഉള്ളതെന്ന് പറയുന്നത് ഡയറക്റ്റ് ക്ലാസ് ആണെങ്കിൽ ആ സന്തോഷമില്ലായ്മ കണ്ട് നമുക്ക് കൂടെ വിഷമം തോന്നും. ഇത് പിന്നെ അങ്ങനെ കാണുകയൊന്നും വേണ്ട, നമുക്ക് സന്തോഷത്തെ എടുക്കാം. കാരണം ആളുടെ മുഖത്തിന്റെ ഭാവമൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എല്ലാവരും ഇപ്പം മൂശാറ്റായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്
അപ്പം ട്രെയിനിങ്ങിന് പങ്കെടുക്കാനേ ജീവനക്കാരായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇല്ലാത്ത നിങ്ങളാ ജോലി കിട്ടിക്കഴിഞ്ഞ് പിന്നെ ട്രെയിനിങ്ങിന് വയ്യായി പ്രമോഷൻ ഇല്ലെങ്കിൽ വേണ്ടതില്ല, എങ്കിലും ഞാൻ ജീവിച്ചോളാം ഉള്ള ശമ്പളം വെച്ച്, അല്ലെ ഉള്ള പോസ്റ്റിലേക്ക് ഇരുന്നോളാം എന്തെല്ലാം ധരിക്കുന്നത് കാണും. അവരെ വിടാതിരിക്കാൻ വേണ്ടി നമ്മുടെ നിയമത്തിൽ ഒരു ക്ലോസൊക്കെ കയറ്റി എന്നാലെങ്കിലും ട്രെയിനിങ് പോകണം. ട്രെയിനിങ് ഇല്ലാതെ ഒരു രക്ഷയുമില്ല ഒരു സ്ഥാപനത്തിലും. അവരെ ആ സ്ഥാപനത്തിന്റെ പരാജയത്തിന് കാരണമാകും. കാരണം ഒരാൾ വന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അറിയാൻ വയ്യാത്ത ഒരു ജീവനക്കാരനാണെങ്കിൽ ആ സ്ഥാപനത്തിനെ പറ്റി ആ വന്ന കസ്റ്റമർക്കുണ്ടാകാവുന്ന അവസ്ഥ നിങ്ങൾക്കറിയാം. ഒരു തുണിക്കടയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു തുണി വന്ന് ചോദിക്കുന്ന അവസരത്തിൽ അതുണ്ടോന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലെ നിങ്ങളെ നിർത്തിയിട്ട് പോലും കാര്യമില്ല. കാരണം അയാൾ വന്ന് നമ്മൾ ചോദിച്ചോണ്ട ആ തുണി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും മുതലാളി ചോദിക്കുന്നത് എന്താ വന്നിട്ട് പോയെന്ന് ചോദിക്കും. അല്ല ഇന്നത് ഉണ്ടോ എന്ന് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. അതുണ്ടല്ലോ, അത് ഇന്നടെ തിരുപ്പുണ്ടല്ലോ. അങ്ങനെ പറയാൻ ആണെങ്കിൽ മാത്രമേ ആ കട പോലും വിജയിക്കുകയുള്ളൂ. ഇവിടെ പറഞ്ഞു വന്നത് ഇവരെ എങ്ങനെയെങ്കിലും ട്രെയിനിങ്ങിന് കൊണ്ടുപോകണം എന്നുള്ള എന്റെ കാര്യമായിട്ടാണ് ഈ പോയിന്റ് കയറ്റിയത്. എന്ന് വെച്ചാൽ നിങ്ങളെ ഓരോ കൊല്ലം ഇൻക്രിമെന്റ് കിട്ടുമെന്നറിയാം. നിങ്ങൾക്ക് ആദ്യത്തെ വർഷം കിട്ടുന്ന ബേസിക്കിനോടൊപ്പം ഓരോ വർഷവും ഇൻക്രിമെന്റ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. ആനുവൽ ഇൻക്രിമെന്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ബേസിക്കിനോടൊപ്പം ഓരോ വർഷവും അല്പാൽപ്പം പൈസ കൂട്ടും. അതാണ് സ്കെയിൽ ഓഫ് പേ. അങ്ങനെ സ്കെയിൽ ഓഫ് പേ അനുസരിച്ച് നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ലഭിക്കും. ഇത് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ അധികം സമയമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം 25,000 നിങ്ങളുടെ ശമ്പള സ്കെയിൽ ചിലപ്പം ജൂനിയർക്കാർക്കിടെ 25,000 65,000 എന്നായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അപ്പൊ ഈ സ്കെയിൽ എന്ന് പറയുന്നത് ഇതിനെ ലോവർ ടൈം സ്കെയിൽ എന്നും ഇതിനെ അപ്പർ ടൈം സ്കെയിൽ എന്നും അറിയപ്പെടുന്നത്. ഇതാണ് വരുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് കുറച്ചേറെ ഉണ്ട്. 25,000 ഒരു ഹൈഫൻ കൊടുക്കും, 1000 5 ഇങ്ങനെ കൊടുത്തു പോകും. അപ്പൊ 25,000 1000 5 30,000 വീണ്ടും 1,500 അല്ലെങ്കിൽ നമുക്ക് സൗകര്യത്തിന് വേണ്ടി 2,000 5 40,000 ഇങ്ങനെ അങ്ങോട്ട് പോവുക. അങ്ങനെ പോയാണ് 65,000 എത്തുന്നത്. നിങ്ങൾ ജോലിക്ക് അങ്ങോട്ട് കയറുന്ന അവസരത്തിൽ 25,000 രൂപയാണ് ബേസിക്. ഇപ്പോഴത്തെ അനുസരിച്ച് ഇതിന്റെ 76% DA, ഈ 25,000ന്റെ 76%. പിന്നെ HR ഈ ബേസിക്കിന്റെ 10%, 2,500 രൂപ വരും. ഈ 76% എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 20,000 രൂപ വരെ വന്നിരിക്കട്ടെ. അപ്പൊ ശമ്പളം എന്ന് പറയുന്നത് 25,000 45,000 47,500 ഇങ്ങനെ ആയിരിക്കും. ഇതാണ് ആദ്യത്തെ വർഷം കിട്ടുന്നത്. എന്നാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ ബേസിക്കിന്റെ ഈ 25,000-നോടൊപ്പം 1,000 രൂപയുടെ കൂട്ടും. 26,000 ആകും. അതിന്റെ 76% DA, അതാണ്ട് 22,000 വരെ വന്നിരിക്കട്ടെ. ഇതിന്റെ 10% HR. ഒരിക്കലും HR 2,500 കൂടുതൽ കിട്ടത്തില്ല. അപ്പൊ ഇതിന്റെ 10% 2,600 കിട്ടത്തില്ല, 2,500 കിട്ടും. മാക്സിമം 2,500 ആണ്. ബേസിക്കിന്റെ 10% ലിമിറ്റഡ് ടു 2,500. അങ്ങനെ കൂട്ടുന്ന അവസരത്തിൽ ഇതൊരു 28,000 അല്ലെങ്കിൽ ഒരു 50,000 രൂപയോളം വരുന്നു. ഇങ്ങനെ അടുത്ത വർഷം 26,000 എന്നുള്ളത് 27,000 ആകും ബേസിക്. ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ 5 കൊല്ലം നിങ്ങൾക്ക് 1,000 രൂപ വെച്ച് കൂടും.
അങ്ങനെ 30,000-ലെത്തും. പിന്നെ ഓരോ വർഷവും 2,000 രൂപ വെച്ച് കൂടും. നിങ്ങളുടെ കഴിവ് കൂടുന്നത് കൊണ്ട് പിന്നെ ഓരോ വർഷവും 2,000 വെച്ച് കൂടി 5 കൊല്ലം കൂടും. അങ്ങനെ കൂടി കൂടി പോകുന്നു. ഇതിനെയാണ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. ആനുവൽ ഇൻക്രിമെന്റ് എന്ന് പറയും. ഈ ആനുവൽ ഇൻക്രിമെന്റ് നിങ്ങൾക്ക് ഓരോ വർഷവും കിട്ടും. ഇത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻക്രിമെന്റ് തടയുക എന്ന് വെച്ച അർത്ഥം, നിങ്ങൾ 25,000 രൂപയാണ് ആദ്യത്തെ വർഷം നിങ്ങൾ തെറ്റ് ചെയ്തു, അതിനുള്ള കുറ്റം ശിക്ഷ എന്ന് പറയുന്നത് ഇൻക്രിമെന്റ്, വിത്ത് ഓഫ് ഇൻക്രിമെന്റ്. ഇൻക്രിമെന്റ് തടയുമെന്ന് വെച്ചാൽ അടുത്ത കൊല്ലം 26,000 എന്നുള്ളത് തന്നെ പകരം 25,000 തന്നെ ബേസിക് നിൽക്കും. ഇൻക്രിമെന്റ് തലത്തിൽ ഇതൊരു ശിക്ഷയാണ്. അത് നമ്മളെ 198 പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഏതായാലും ഇങ്ങനെ ഇൻക്രിമെന്റ് നേരത്തെ എല്ലാവർക്കും കിട്ടുമായിരുന്നു. ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് ഈ ഇൻക്രിമെന്റ് 4ാമത്തെ ഇൻക്രിമെന്റ് ലഭിക്കണമെങ്കിൽ 4ാമത്തെ ഇൻക്രിമെന്റ്, അതായത് ഈ 25,000 1000 കൂട്ടി 26,000 27,000 28,000 29,000 എന്നുള്ള 4ാമത്തെ ഇൻക്രിമെന്റ് കിട്ടണമെങ്കിൽ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഇല്ല. അത് ശിക്ഷയല്ല, വേറെ ശിക്ഷയായിട്ട് ഇൻക്രിമെന്റ് തടയുന്നുണ്ട്. ഇതങ്ങനല്ല. ഇൻക്രിമെന്റ് തരത്തിൽ പറയാൻ കാരണം നിങ്ങൾ ട്രെയിനിങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻക്രിമെന്റ് ഇല്ല. ഓണം ഈ പൈസ പോകുന്ന പ്രശ്നമാകുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഇച്ചിരി വേദനിക്കും. 1000 രൂപ കുറയുക എന്ന് പറയുമ്പോൾ ഇച്ചിരി വേദന ഉണ്ടാകും. അപ്പം ഈ ട്രെയിനിങ് അങ്ങ് പങ്കെടുക്കും. അവിടെ പോയി ഇരുന്ന് ഉറങ്ങിയാലും വേണ്ടവില്ല. 6 ദിവസം 5 ദിവസമൊക്കെയാണ് ട്രെയിനിങ്. 6 ദിവസം അവിടെ പോയി കിടന്ന് ഉറങ്ങിയാലും വേണ്ടവില്ല. പോയിരുന്ന് കേൾക്കും. ഇപ്പൊ ഈ ചെയ്യുന്ന പോലെ അവിടെ പോയിരുന്ന് ഉറങ്ങും. കാരണം എന്നാലേ ഇൻക്രിമെന്റ് കിട്ടും. ഈ ഉറങ്ങുന്ന ഇടയ്ക്കെങ്ങാണ് ഞെട്ടി ഉണരുമ്പോൾ എന്തെങ്കിലും പറയുന്ന കേട്ട അങ്ങനെയും കേട്ടോട്ടെന്തെല്ലാണ് ഈ കമ്പൾസറി ആക്കിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ 4 കൊല്ലമാണ്. 4ാമത്തെ ഇൻക്രിമെന്റ് കിട്ടത്തില്ല. അടുത്ത അക്കൗണ്ട്സ് ഓഫീസർ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ബ്രാഞ്ച് മാനേജർ ഇൻ DCB, ഡെപ്യൂട്ടി മാനേജർ ഇൻ കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക്, അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആൻഡ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് ഡിപ്പോസിറ്റ് മോർ ദാൻ 10 crores, ദ റേഷ്യോ ഓഫ് പ്രൊമോഷൻ ആൻഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. എത്ര അത്? ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചില്ലേ? നിങ്ങൾ കണ്ടു കാണും. എന്താ അത്? വേറെ രൂപത്തിലാണ് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇതെന്താ വന്നിരിക്കുന്നത്? ഈ പോസ്റ്റുകളിലേക്കൊക്കെ നിയമനം നടത്തുന്നത് പ്രൊമോഷനും ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെയും റേഷ്യോയാണ്. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ നേരത്തെ ഇതെല്ലാം പ്രൊമോഷനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ അക്കൗണ്ട്സ് ഓഫീസർ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, നമ്മുടെ ഈ ജില്ലാ സഹകരണ ബാങ്കിലെ ബ്രാഞ്ച് മാനേജറുടെ അതേ പോസ്റ്റിന് പോലെ വരുന്ന അക്കൗണ്ട്സ് ഓഫീസർ, ബ്രാഞ്ച് മാനേജർ ഓഫ് DCB. ഇപ്പൊ DCB ഇല്ലെങ്കിലും ജില്ലാ സഹകരണ ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ ഇൻ കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ അല്ല, ഡെപ്യൂട്ടി മാനേജർ. അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആൻഡ് അർബൻ 10 കോടിയിൽ കൂടുതൽ ഡിപ്പോസിറ്റ് ഉള്ള പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറി. ഇതെല്ലാം നേരത്തെ പ്രൊമോഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 3 പേരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരാളെ ഡയറക്റ്റ് എടുത്തേ പറ്റും. PSC പരീക്ഷ നടത്തി തന്നെ എടുക്കണം. അപ്പൊ ഇതിന്റെ റേഷ്യോ 3:1 ആണ്. പ്രൊമോഷൻ 3 ഡയറക്റ്റ് 1. ഈ പോസ്റ്റുകളിലേക്കൊക്കെ എന്താണ് റേഷ്യോ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അത് 3:1 ആണ്. ഏതൊക്കെ പോസ്റ്റ് ആണെന്ന് ഓർക്കുക. അത് 1 അക്കൗണ്ട്സ് ഓഫീസർ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ബ്രാഞ്ച് മാനേജർ DCB ഇപ്പൊ പഠിക്കണ്ട, ഇതിപ്പം നിയമത്തിൽ കിടപ്പുണ്ട് ഇപ്പോഴും. ഡെപ്യൂട്ടി മാനേജറാണ്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ വേറെ ഉണ്ട്, അത് വരുന്നോണ്ടാണ് ഇത് പ്രത്യേകിച്ച് ഓർക്കണം. കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി, ഇതിലെല്ലാം 3:1 ആണ്. അടുത്തത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ. അവിടെ ജനറൽ മാനേജർ എന്നൂടെ ചേർക്കണം. ഡെപ്യൂട്ടി
ജനറൽ മാനേജർ ഇൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇൻ കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക് DCB. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അല്ല, അതിന്റെ താഴെയുള്ള പോസ്റ്റ്. ഡെപ്യൂട്ടി ജനറൽ മാനേജറെയും കൂടാതെ DCBയിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ഇപ്പൊ DCB ഇല്ല, നിങ്ങൾക്കറിയാം, പണ്ട് കുറച്ചേറെ ആൾക്കാരെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് ഡയറക്ടർ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കാർഡ് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ലെങ്കിൽ റീജിയണൽ മാനേജർ. നിങ്ങൾക്കറിയാം, കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കിന് 14 റീജിയണൽ ഓഫീസുകളുണ്ട്. ഓരോ റീജിയണൽ ഓഫീസിന്റെയും ഹെഡ് റീജിയണൽ മാനേജറാണ്. ഇതുപോലെ മറ്റൊരു പോസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. 2 തുല്യ പോസ്റ്റുകളാണ്. ഈ റീജിയണൽ മാനേജറൊക്കെ ഓരോ റീജിയന്റെ മാനേജറായിട്ട് ഇരിക്കുന്ന ആളാണ്. ആ പോസ്റ്റിലേക്കും ഒരാളെ നേരിട്ടെടുത്താൽ, ഒരാളെ പ്രൊമോട്ട് ചെയ്താൽ ഒരാളെ നേരിട്ടെടുക്കണം. അതാണ് 1:1 ആണ് ഈ പോസ്റ്റ്. എവിടേക്കാ? ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് DCB, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ലെങ്കിൽ റീജിയണൽ മാനേജർ ഇൻ സ്റ്റേറ്റ് കാർഡ് ബാങ്ക്. അത് ഒരാളെ നേരിട്ടെടുക്കുമ്പോൾ ഒരാളെ പ്രൊമോഷൻ 1:1. എന്നാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേക്കൻസി ഷാൾ ബി ഫിൽഡ് അപ്പ് ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഓൺലി. എന്നാൽ ചില പോസ്റ്റുകളിലേക്ക് നേരിട്ടുള്ള നിയമനമേ ഉള്ളൂ. ഉയർന്ന ചില പോസ്റ്റിലേക്ക് നേരിട്ട് നിയമനമേ ഉള്ളൂ, പ്രൊമോഷനേ ഇല്ല. അതേതാണെന്നാണ് ചോദിക്കുന്നത്. അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ജനറൽ മാനേജർ, ഡെപ്യൂട്ടി അല്ല, ഉയർന്ന പോസ്റ്റുള്ള ജനറൽ മാനേജർ. അത് നേരിട്ടുള്ള നിയമനമേ ഉള്ളൂ, പ്രൊമോട്ട് ചെയ്തെടുക്കത്തില്ല. പിന്നോ കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കിന്റെ ജനറൽ മാനേജർ. കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കിന്റെ ജനറൽ മാനേജറെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്തെടുത്തല്ല, ഡയറക്റ്റ് എടുക്കുന്നതാണ്. പിന്നെ DCBയുടെ ജനറൽ മാനേജറും. ഇപ്പൊ DCBക്ക് ജനറൽ മാനേജർ ഇല്ല, DCB ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെയും കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കിന്റെയും ഏറ്റവും ഉയർന്ന പോസ്റ്റായ ജനറൽ മാനേജർ പോസ്റ്റ് നേരിട്ടാണ് എടുക്കുന്നത്. കുറച്ചുനാൾ മുമ്പുള്ള ബുക്കിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ജനറൽ മാനേജർ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലും സെക്രട്ടറി ഓഫ് ദ കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക് എന്ന് വരുന്നു. അതല്ല, അപ്പൊ അവിടെയും ജനറൽ മാനേജർ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പൊ കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കിന്റെയും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെയും ജനറൽ മാനേജറെ നേരിട്ടേ എടുക്കത്തുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം, സെലക്ഷൻ കാൻഡിഡേറ്റഡ് ടു ദ പാർട്ട് ഫിൽഡ് ബൈ പ്രൊമോഷൻ ദ കേസ് ഓഫ് അക്കൗണ്ട്സ് ഓഫീസർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ബ്രാഞ്ച് മാനേജർ ഇൻ DCB, ജനറൽ മാനേജർ ഇൻ കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക് shall be made from feeder category and ability assessed through qualifying examination conducted by dash. അതായത് നമ്മള് 3:1 3 പേരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരാളെ ഡയറക്റ്റ്, 1:1 ഒരാളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരാളെ ഡയറക്റ്റ്, 1 പ്രൊമോഷൻ ഒള്ളി. അങ്ങനെ 3 ഇപ്പൊ പഠിച്ചത്. ഇതിൽ പ്രൊമോട്ട് ചെയ്തും നേരിട്ടും. ആ പ്രൊമോട്ട് ചെയ്തെടുക്കണമെങ്കിൽ, പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നേരത്തെ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഈ പറയുന്ന പ്രൊമോഷൻ പോകണമെങ്കിൽ, അതായത് ഒരാൾക്ക് ജില്ലാ ബാങ്ക് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആകണമെങ്കിൽ, പ്രൊമോഷനിലൂടെ വരണമെങ്കിൽ അയാളൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സാകണം. അപ്പൊ അയാള് ബാങ്കിലെ ജോലിക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് സീനിയോറിറ്റി ഉണ്ട് അല്ലെ പോസ്റ്റ് ഉണ്ടെന്ന് കൊണ്ട് പ്രൊമോഷൻ കൊടുക്കത്തില്ല. അയാൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ അയാൾ കോമ്പറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ, നോട്ട് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്.
മറ്റേ ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സായാൽ മതി. നിങ്ങൾ പാസ്സായിട്ട് കാര്യമില്ല, ഉയർന്ന റാങ്കിൽ വരണം. അപ്പം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. കോമ്പീറ്റ് ചെയ്ത് ഏറ്റവും ഉയർന്നു വരുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടൂ. എന്നാൽ ഈ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതുമ്പോൾ അത് കോമ്പറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് അത് നടത്തുന്നത്. അതിൽ 200 ക്വസ്റ്റ്യൻ ആണ്, 100-ലാണ്, അതിന് ഇന്റർവ്യൂ ഒന്നുമില്ല. അത് ജയിച്ചാൽ മതി. ജയിച്ചാൽ അവർക്ക് പ്രൊമോഷന്റെ ഒഴിവുണ്ടെങ്കിൽ അവരെ ബ്രാഞ്ച് മാനേജർ ആക്കാം. പക്ഷെ ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സാകാത്ത ഒരാളിന് അവിടെ പോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും പ്രൊമോട്ട് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ ഈ പരീക്ഷ നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ അതും കോമ്പറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ നടത്തുന്നത്. അടുത്തതാണ് എംപ്ലോയി അറ്റൻഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഷാൾ സെക്യൂർ ഹാഫ് മാർക്ക് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് ദ സർവീസ് മാക്സിമം ഡാഷ് ആസ് ഗ്രേസ് മാർക്ക്. ഇപ്പൊ അതിന്റെ 10-35 മാർക്ക് വാങ്ങിച്ചാൽ തന്നെ അവർ പാസ്സാകും. പാസ്സായാൽ അവർക്ക് ക്വാളിഫൈഡ് ആയി പ്രൊമോഷനുള്ളത്. വേറെ ഗുണം കൂടിയുണ്ട്. ആ പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് 1 വർഷത്തെ ഇവിടെ സർവീസ് ഉണ്ടെങ്കിൽ 1/2 മാർക്ക് കൂടെ കിട്ടും. ഇപ്പൊ 35 മാർക്കാണ് ലഭിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അയാൾക്ക് 20 കൊല്ലത്തെ സർവീസ് ഉണ്ടെങ്കിൽ 20ന്റെ ഹാഫ് വെച്ച് 10 മാർക്ക്, 25 മാർക്ക് കിട്ടിയാൽ മതി, അയാൾ ജയിക്കും. ഇപ്പൊ ഓരോ വർഷത്തെ സർവീസിനും 1/2 മാർക്ക് വെച്ച് കിട്ടും. മാക്സിമം 10 മാർക്ക് വരെ കിട്ടത്തുള്ളൂ. ഒരാൾക്ക് 30 കൊല്ലത്തെ സർവീസ് ഉണ്ടെങ്കിലും 15 മാർക്കൊന്നും കൊടുക്കത്തില്ല ഗ്രേസ് മാർക്കായിട്ട്. എവിടുത്തെ കാര്യം പറയുന്നത്? ഈ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ കാര്യം പറയുന്നത്. അപ്പം 1 കൊല്ലത്തിന് 1/2 മാർക്ക് വെച്ച് സർവീസിന് മാക്സിമം 10 മാർക്സ് ആണ്. അടുത്ത 88 വേണമെന്നില്ല. അടുത്ത 89 substantive vacancy in the post of clerk in all primary cooperative societies and primary card bank shall be filled up by promotion and direct recruitment in the ratio of dash. അതായത് സബ്സ്റ്റാഫ്, അതായത് പിയൂൺ, അറ്റൻഡർ, ഈ പോസ്റ്റിൽ കയറിയ ആളുകളെല്ലാം പണ്ട് 3 കൊല്ലം കഴിയുമ്പോൾ അങ്ങ് പ്രൊമോഷൻ കിട്ടി ക്ലർക്കാകുമായിരുന്നു. വീണ്ടും പിയൂണിന്റെ പോസ്റ്റിലേക്ക് കമ്മിറ്റിക്കാർ പരീക്ഷ നടത്തി വീണ്ടും പിയൂണിനെ എടുക്കും. 3 കൊല്ലം കഴിയുമ്പോൾ അയാളെ പ്രൊമോട്ട് ചെയ്യും, വീണ്ടും പിയൂണിനെ എടുക്കും. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഈ എക്സാമിനേഷൻ ബോർഡ് നോക്കുകുത്തിയായിട്ടിരിക്കുകയായിരുന്നു. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്ലോസ് കൊണ്ടുവന്നത്. എന്താണ്? ഒരാളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, ഒരു സബ് സ്റ്റാഫിനെ പ്രൊമോട്ട് ചെയ്ത് ക്ലർക്കാക്കുമ്പോൾ പിന്നീട് 4 പേരെ എക്സാമിനേഷൻ ബോർഡ് മുഖാന്തരം എടുത്തിട്ട് പിന്നെ അടുത്ത ഒരു സബ് സ്റ്റാഫിനെ പ്രൊമോട്ട് ചെയ്യാവും. അപ്പൊ പ്രൊമോഷൻ ഡയറക്റ്റ് 1:4, 4:1 അല്ല. മറിച്ച് പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് ഓർക്കുക, അത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പ്രൊമോഷൻ എന്നാണ് ആദ്യം കിടക്കുന്നത്. പ്രൊമോഷൻ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് 1:4 ആണ്. പ്രൊമോഷന് ഒരാളെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് 4 പേര്. അതിന് വേറെ പോയിന്റും കൂടെ ഉണ്ട്. ആദ്യമായിട്ട് ആ സംഘത്തിൽ ഒരു ക്ലർക്കിന്റെ വേക്കൻസി വന്നാൽ ആദ്യം പ്രൊമോഷനാണ്. ഒരു പിയൂൺ ഉണ്ടെങ്കിൽ അയാൾ ക്വാളിഫൈഡ് ആണെങ്കിൽ പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ 4 പേരെ ഡയറക്റ്റ് എടുക്കുന്ന വരത്തുള്ളൂ വേക്കൻസി ഉണ്ടാകുമ്പോൾ. അല്ലാതെ ആദ്യം ഡയറക്റ്റ് എടുത്തിട്ട് 4 പേരെ എടുത്തിട്ട് പിന്നെ ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കുകയല്ല. 4:1 എന്നാ വരുന്നതെങ്കിൽ പ്രൊമോഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ പ്രൊമോഷൻ അങ്ങനെ വരുന്നത് 4 പേര് ഡയറക്റ്റ് എടുത്തിട്ട് ഒരാളെ പ്രൊമോഷൻ അല്ല, ഒരാളെ പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ 4 പേരെയാണ് ഡയറക്റ്റ് എടുക്കുന്നത്. അതാണ് 1:4. പ്രൊമോഷൻ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് 1:4 എന്ന രീതിയിൽ പഠിക്കണം. അടുത്തത്
An employee who requires relaxation of educational qualification of graduation may be promoted to the higher post only after getting an order of relaxation. അതായത് നിങ്ങൾക്കറിയാം, ഒരു നിശ്ചിത ശമ്പള സ്കെയിലിൽ ഉയർന്ന ശമ്പളത്തിലേക്ക് നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാകണം. ഇപ്പൊ JDCയും +2 JDC ഉള്ള ആളുകൾക്കെല്ലാം സഹകരണ സംഘത്തിലെ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ എഴുതാം. പക്ഷേ നിങ്ങൾ ക്ലർക്കായിട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നീട് പ്രൊമോഷൻ കിട്ടി ചിലപ്പം നിങ്ങളെ സീനിയർ ക്ലർക്ക് വരെ ആയി ആ സംഘത്തിൽ, അതിനു മുകളിലേക്ക് പുതിയൊരു ശമ്പള സ്കെയിലാണ് വരുന്നത്. ഒരു നിശ്ചിത ശമ്പളത്തിൽ കൂടുതലുള്ള സ്കെയിലിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി വേണം. ക്ലർക്കായിട്ട് കയറുമ്പോൾ ആ ശമ്പള സ്കെയിൽ എന്ന് വെച്ചാൽ 1174 1974 250 രൂപ ഒരു ശമ്പള സ്കെയിൽ ഉണ്ടായിരുന്നു. ആ 250 തുല്യമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സ്കെയിലുണ്ട്. അതായത് 15,000 18,000 അടുത്ത് വരും ആ സ്കെയിൽ. അതിന് മുകളിലുള്ള സ്കെയിലിലേക്കുള്ള പ്രൊമോഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ അർഹരാണെങ്കിൽ പോലും ഡിഗ്രി ഇല്ലെങ്കിൽ ഈ 250 തുല്യമായ ആ പോസ്റ്റ്, ആ സ്കെയിലിന്റെ മുകളിലത്തെ ഒരു സ്കെയിലിലേക്കുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതെങ്കിൽ ഡിഗ്രി വേണം. അപ്പൊ നിങ്ങൾക്ക് ആ പ്രൊമോഷൻ കിട്ടത്തില്ല. പക്ഷെ നിങ്ങളുടെ ചെറുപ്പകാലം മുതലേ നിങ്ങൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടാണ് ഈ സംഘത്തിൽ ഇങ്ങനെ വന്ന് നിങ്ങളിപ്പോ സീനിയർ ക്ലർക്കായി. അപ്പോൾ 18,000 ആയിരുന്നു സ്കെയിൽ എന്നിരിക്കട്ടെ. ഇനി അതിന്റെ മുകളിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആവണമെങ്കിൽ ആകുമ്പോൾ 20,000 ആയിരിക്കും സ്കെയിലിന്റെ തുടക്കമെങ്കിൽ ആ സ്കെയിലിൽ പണ്ടത്തെ 250 മുകളിലുള്ള സ്കെയിൽ, ഈക്വൽ ആയിട്ടുള്ള സ്കെയിലിനേക്കാൾ മുകളിലായതുകൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി വേണം. പക്ഷെ നിങ്ങൾ ആ സംഘത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്, നിങ്ങളെ തന്നെ ആ പോസ്റ്റിൽ ഇരിക്കണമെന്ന് സംഘത്തിന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ ഡിഗ്രിക്ക് കിട്ടും. അത് കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് ന്യായമായ കാര്യം പറഞ്ഞുകൊണ്ട് രജിസ്ട്രാറോട് അപേക്ഷിക്കണം. രജിസ്ട്രാർ നിങ്ങൾക്ക് റിലാക്സേഷൻ തന്നാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. ഇവിടുത്തെ ചോദ്യം, ആരാണ് റിലാക്സേഷൻ തരേണ്ടത്? അത് രജിസ്ട്രാറാണ്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസറിനേക്കാൾ കൂടുതൽ ആ ക്വസ്റ്റ്യനാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ആൻസറിലേക്ക് എത്തുമ്പോൾ എളുപ്പമാണ്, രജിസ്ട്രാണെന്ന് പഠിച്ചാൽ മതി. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ചില പ്രയാസം വരും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനെ ഒരെണ്ണമാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ എഴുതാതെ പോലും ആ ഒരെണ്ണം നമ്മൾ എഴുതിയാൽ നമ്മൾ മെച്ചപ്പെട്ടവരാകുകയാണ്. ബാക്കി എല്ലാവരും എല്ലാം എഴുതിയവരാണ്. റോബർട്ട് ഓവനെയും വില്യം കിങ്ങിനെയൊക്കെ എഴുതി വന്നവരാണ്. അത് നമ്മളും എഴുതി. പക്ഷെ നമ്മളെ ഇങ്ങനെയുള്ള നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് വരുന്നു. അപ്പൊ ആ പാർട്ട് അവസാനിച്ചു. 78ന്റെ ആൻസർ ഒന്നുകൂടി പറയോ? ആൻസർ മാത്രം മതി. 3 വർഷം. ഓക്കെ സർ. അടുത്ത പാർട്ട് 9 നോക്കേണ്ടത്. ഇതിന്റെ ബാലൻസ് അതാ. പാർട്ട് 9 എല്ലാവരും ഉണ്ടോ? ഉണ്ട് സർ. 9-നകത്തില് ഒരു 65 ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൂടെ ആകുമ്പോഴത്തേക്കാ നമ്മുടെ ഈ എസ്റ്റാബ്ലിഷ്മെന്റും തീരും. പിന്നെ നിങ്ങൾക്കറിയാം മിസ്സലേനിയസും പിന്നെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റി എന്ന് പറയുന്ന ചെറിയ 2 ചാപ്റ്ററുകളാണ്. അതെല്ലാം കൂടെ കുറച്ചേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് തരാത്ത ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി താനും. പക്ഷെ ഇടയ്ക്ക് ചോദിക്കാറുമുണ്ട്. വിശാലം ഇതുപോലൊന്നും പഠിക്കണ്ട. ഈ എക്സാമിനേഷൻ, ഈ എസ്റ്റാബ്ലിഷ്മെന്റും അതുപോലെ തന്നെ മാനേജ്മെന്റും പിന്നെ കോപ്പറേറ്റീവ് യൂണിയനുമായി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്.
അപ്പൊ ഇത് തീരുമ്പോ അതങ്ങ് പ്രശ്നം തീരും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒഫൻസസ് ആൻഡ് പെനാൽറ്റി ആകെ 2 സെക്ഷനുകൾ. അതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം, അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് കുറച്ച് പഠിച്ചാൽ മതി, ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. പിന്നെ മിസ്ലേനിയസ്, അതിനകത്ത് നിന്ന് 3-4 സെക്ഷനുകളാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഇതൊക്കെ കിട്ടും, അത് നമ്മൾ എടുക്കും, കുറച്ചേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി, പക്ഷെ കട്ടിയായിട്ട് തോന്നുന്നതാണ് ട്രിബ്യൂണലും എക്സിക്യൂഷനും. അതിന്റെ ക്വസ്റ്റ്യൻ നമുക്കിനകത്ത് തന്നിട്ടില്ല. അത് നമ്മൾ ഇതെടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മളൊന്ന് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ അതങ്ങ് തീരും. അപ്പൊ 1-2 ക്ലാസ് കൊണ്ട് കാര്യങ്ങൾ തീരും. അപ്പം 1-2 ക്ലാസ് കൂടെ ഒക്കെ സഹിച്ചാൽ മതി എന്നുള്ള വിചാരിച്ചോണ്ടെങ്കിലും ഇരിക്കട്ടെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ ക്ലാസിന്റെ കാര്യം പറയുമ്പോൾ പറയത്തില്ല. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വിടുമെന്നൊക്കെ നമ്മള് +2-നോ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ സാറ് നോട്ട്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇനി ഒരു ചെറിയ 2 സെന്റൻസ് കൂടെ ഉള്ളെന്ന് പറഞ്ഞിട്ടായിരിക്കും അവസാനം പറയുന്നത്. അപ്പൊ എന്തൊരു സന്തോഷമായിരിക്കും. എന്നാ പിന്നെ ഏതായാലും ഇരുന്ന് കേട്ടേക്കാവുന്നതായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒന്ന് കേൾക്കുക. ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇത് എല്ലാവർക്കും ഉണ്ടോ? ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് സർ. ഉണ്ട് സാർ. ഇനി ഞാനൊരു പണി ചെയ്യാൻ പോവാ. ഇപ്പൊ ചിലതൊക്കെ ലെഫ്റ്റ് ആകും. ധനശ്രീ, ആ 1ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാവോ? Qualification deals in rule. ഓക്കെ, താങ്ക് യു. ആ ഭയന്നാ ചോദിച്ചത്. അതോടുകൂടി ആളെ പുറത്തു പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. അതായത് അക്കാര്യത്തെ അങ്ങ് വിജയിച്ചു. ദൈവത്തെ വിളിച്ചതിന്റെ ഭാഗ്യം ഉണ്ടായി. ഓക്കെ. ക്വാളിഫിക്കേഷൻ, ആ റൂള് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ക്വാളിഫിക്കേഷൻ പ്രതിപാദിക്കുന്ന റൂള് 186 അതിന്റെ പ്രാധാന്യം, ഈ ക്വാളിഫിക്കേഷൻ പണ്ട് ഒരു ക്വാളിഫിക്കേഷനും വേണ്ടായിരുന്നു. സഹകരണ സംഘത്തിൽ ജീവനക്കാരനാകാനോ ജീവനക്കാരിയാകാനോ എന്നുവരെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ടാതിരുന്നത് എന്നുവരെയായിരുന്നു? 1974. 1/1/74 വരെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. മിനിമം അക്ഷരം അറിഞ്ഞാൽ മതി. അതും പറയുന്നില്ല. 1/1/74 ശേഷമാണ് ഈ ക്വാളിഫിക്കേഷനൊക്കെ വന്നത്. എനി സർ ഡിഗ്രി 156 ആണോ 186 ആണോ പറഞ്ഞേ? എന്തോ റൂൾ നമ്പർ 156 ആണോ 86 ആണോ പറഞ്ഞേ? 186. ഓക്കെ സർ. അതായത് 182 മുതലാണ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ സെക്ഷൻ തുടങ്ങുന്നത് തന്നെ. എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു റൂള് ചോദിച്ചാൽ ധൈര്യത്ത് നമുക്ക് ഇപ്പം എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടാൽ അതിൽ 100 റൂള് 100, 115, 170, 185 എന്നാണെങ്കിൽ നമുക്കറിയാം എസ്റ്റാബ്ലിഷ്മെന്റ് റൂള് 182 മുതൽ 201 വരെ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരെണ്ണവേ വന്നുള്ളെങ്കിൽ നമുക്ക് ധൈര്യത്തെ അത് എഴുതാം. പിന്നെ എല്ലാം 182, 201 ഇടയ്ക്കാണെങ്കിൽ വിധിയാണെന്ന് സമാധാനിക്കാനേ പറ്റും. അടുത്തത് ഇപ്പൊ ക്വാളിഫിക്കേഷൻ ഡീൽസ് ഇൻ റൂൾ ഡാഷ് എന്ന് ചോദിച്ചാൽ അത് 186 186. Any degree and HDCM or JDC or HDC and BM shall be compulsory in all posts other than those qualifying technical qualification, the starting the pay of which rupees dash and above existed in
1/1/1974. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇത്രയും വലുതായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് 1/1/74 മുതൽ ഏതെങ്കിലും ഡിഗ്രിയോ കമ്പൽസറി, പിന്നീട് അതിനോടൊപ്പം HDCM or JDC or HDC and BM shall be compulsory in all posts other than requiring technical qualification. Technical qualification ഒഴിച്ച്, അതായത് ടൈപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ, അതുപോലെ തന്നെ അങ്ങനെയുള്ളത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചുള്ള പോസ്റ്റിലേക്ക് ഒഴിച്ച് ബാക്കി എല്ലാ പോസ്റ്റിലേക്കും ഒരു ഡിഗ്രി വേണം. കൂടാതെ HDCയോ HDCMോ HDC ആൻഡ് BMോ JDCയോ വേണം. 1/1/74 മുതൽ ആർക്ക് ബേസിക് പേ ഇത്ര രൂപയോ അതിൽ കൂടുതലോ ഉള്ള ജോലിക്ക് 1/1/74. എന്റെ ആൻസർ ബേസിക് പേ അതായത് 250 അതിൽ കൂടുതലോ ശമ്പളം ഉള്ള അന്നത്തെ ജോലിക്ക്. കാരണമെങ്കിൽ ഡിഗ്രി കമ്പൽസറിയാണ്, അതിനോടൊപ്പം JDC HDCM HDC ആൻഡ് BM ഏതെങ്കിലും ഒന്നും വേണം. 1/1/74 വെച്ച് 250 രൂപയോ അതിന് മുകളിലോ ശമ്പളമുള്ള. ഇന്ന് അതിന്റെ ഈക്വലായിട്ടുള്ള ശമ്പളം ഏതാണ്ട് 10-15,000 അല്ലെങ്കിൽ 18,000 വരുന്നുണ്ട്. അത് ഓരോ ശമ്പള പരിഷ്കരണം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള 250 പറയുന്നത്. അതിന് തുല്യമായിട്ടുള്ള ശമ്പള പരിഷ്കരണം നമുക്കറിയാൻ പറ്റും. അപ്പം പല വർഷങ്ങളായിട്ട് ശമ്പള പരിഷ്കരണം വന്നതിന്റെ പുറകിലോട്ട് നോക്കാമെങ്കിൽ 250ന്റെയോ അതിന്റെ മുകളിലുള്ളതോ അതിന്റെ നേരെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റി ഇപ്പോൾ. അതുകൊണ്ട് ഓരോ വർഷത്തെയും ഇന്ന ശമ്പളത്തിന് നിയമം മാറ്റിക്കൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഓരോ ശമ്പള പരിഷ്കരണം വരുമ്പോഴും ഇത്ര രൂപയ്ക്ക് മുകളിലുള്ളതെന്ന് പറയുന്നേക്കാൾ നല്ലത് 1/1/74 250 അതിന് മുകളിലുള്ളതിന് ഈക്വൽ ആയിട്ടുള്ള ഇപ്പം വരുന്ന ശമ്പളത്തിന് ഏതായാലും ഡിഗ്രി കമ്പൽസറി ആൻഡ് ബാക്കി ഏതെങ്കിലും ഒന്ന്. ഇവിടുത്തെ ആൻസർ 250 ആണ്. 250 അതിന് മുകളിലുമാണ്. എന്നാൽ 250 താഴെയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണ്ട. SLCയോ പിന്നെ ഏതായാലും JDC HDC അതേതെങ്കിലും വേണം. 250 താഴെ 100 രൂപ വരെയുള്ള കാര്യത്തിൽ 250 വരും. അതാണ് 250 ആൻഡ് എബോവ്. അതാണ് ഡിഗ്രി വേണ്ടത്. എന്നാൽ 250 താഴെയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണ്ട. അപ്പൊ നിങ്ങൾ ഇപ്പൊ അയക്കുന്ന ഏത് ക്ലർക്കിന്റെ പോസ്റ്റിനും, ഏത് സൂപ്പർ ഗ്രേഡ് വരെ ബാങ്കിലെ ക്ലർക്കാണെങ്കിൽ പോലും 1/1/74 250 താഴെയുള്ള ശമ്പളത്തിന് തുല്യമായ സ്കെയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഡിഗ്രി വേണ്ടാത്തത്. പക്ഷെ ചില അസിസ്റ്റന്റ് സെക്രട്ടറിക്കൊക്കെ വിളിക്കുമ്പോൾ ഡിഗ്രി വേണമെന്ന് പറഞ്ഞിരിക്കും. അതും ആ സംഘത്തിന്റെ ശമ്പള സ്കെയിൽ 250 മുകളിലുള്ള സ്കെയിലാണ് ആ സംഘത്തിലെങ്കിൽ ചെറിയ ആ ക്ലാസിന്റെ അനുസരിച്ചാണ്. അല്ലാതെ ഇന്ന പോസ്റ്റിന് ഡിഗ്രി വേണമെന്നില്ല, ഒരിക്കലും പഠിക്കരുത്. സെക്രട്ടറിക്ക് പോസ്റ്റിലേക്കെല്ലാം ഡിഗ്രി വേണ്ട. ഇപ്പൊ 7ാം ക്ലാസ് സംഘത്തിന്റെ സെക്രട്ടറി പോസ്റ്റിലേക്കും ഡിഗ്രി വേണ്ട. 7ാം ക്ലാസ് സംഘത്തിന്റെ സെക്രട്ടറിയുടെ സ്കെയില് പോലും 250 താഴെയാണ്. എങ്കിൽ അവിടെ വേണ്ട. ഇപ്പൊ ഡിഗ്രി SSLC ഡിഗ്രി വേണ്ടതെല്ലാം സെക്രട്ടറിക്കൊന്നും അസിസ്റ്റന്റ് സെക്രട്ടറി അങ്ങനൊന്നുമല്ല, ഈ സ്കെയിലാണ്. ചിലപ്പം സൂപ്പർ ഗ്രേഡ് ബാങ്കിന്റെ ഇന്റേണൽ ആഡിറ്റർക്ക് വേണം.
എന്നാൽ 7ാം ക്ലാസ് അംഗത്തിന്റെ സെക്രട്ടറിക്ക് പോലും ഡിഗ്രി വേണ്ടാന്ന് വരാം. അതുകൊണ്ട് തെറ്റിദ്ധരിച്ച് ഒരു ഡിഗ്രി വേണ്ടതൊക്കെ സെക്രട്ടറിക്കെന്ന് ധരിച്ചു വെക്കരുത്. സ്കെയിലാണ്. അടുത്തത് the qualification of all posts with starting pay below 100 in 1197 and such pay being revised from time to time. എന്നാൽ 100 രൂപയിൽ താഴെ, അന്നത്തെ 100 രൂപയ്ക്ക് തുല്യമായതിന് താഴെയാണ് ഏതെങ്കിലും ഒരു പോസ്റ്റ് എങ്കിൽ ആ പോസ്റ്റിലേക്ക് 7ാം ക്ലാസ് മതി, 7th സ്റ്റാൻഡേർഡ് പാസ്സായാൽ മതി. The qualification of attender and peon shall be. Qualification അറ്റൻഡറിനും പിയൂനും 7ാം ക്ലാസ് പാസ്സായ മതിയാകുന്ന. ഇടയ്ക്ക് പാസ് 7th സ്റ്റാൻഡേർഡ് ആൻഡ് ഷുഡ് നോട്ട് അക്വയർ ഡിഗ്രി എന്നുണ്ടായിരുന്നു. ഡിഗ്രി ഉണ്ടെങ്കിൽ പിയൂൺ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഒക്കത്തില്ല എന്നുള്ളതൊരു ഡിഗ്രി ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കി നമ്മുടെ നിയമത്തിൽ കയറ്റിയിരുന്നു. അതിപ്പോ എടുത്തു കളഞ്ഞു. ഡിഗ്രി ഉള്ള ആളാണെങ്കിലും അയാൾക്ക് പിയൂണായിട്ട് അപേക്ഷിച്ച് ജോലിക്ക് കയറാം. ഇവിടെ ആൻസർ പാസ് 7th സ്റ്റാൻഡേർഡ് എന്നാണ്. 5 പിന്നെ കോപ്പറേറ്റീവ് സെക്ടർ. എന്തോ തേർഡ് വൺ ഒന്നുകൂടെ പറയുമോ ആൻസർ? തേർഡ് വണ്ണും 7th സ്റ്റാൻഡേർഡ്. അടുത്തത് ഇപ്പൊ പ്രസക്തി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കോപ്പറേറ്റീവ് സെക്ടർ അതല്ല. എനി ഡിഗ്രി മീൻസ് ഹി മസ്റ്റ് അറ്റൈൻ ഡിഗ്രി ഇൻ ദ മോഡ് ഓഫ്. ഇടയ്ക്ക് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രി വേണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡിഗ്രി പോരായിരുന്നു. ഇപ്പോൾ അതിന് ചെറിയ പ്രസക്തി ഉണ്ട്. ഇപ്പൊ അംഗീകാരം വേണം. 10, 10+2+3 വേണമെന്ന് കമ്പൽസറി ആയിരുന്നു. അതായത് 10ാം ക്ലാസ് പാസ്സായിട്ട് 6 മാസം കൊണ്ട് +2, 1 കൊല്ലം കൊണ്ട് ഡിഗ്രി ഒക്കെ നേടുന്ന ചില കോഴ്സുകളുണ്ട്. അത് പോരാന്നുള്ളത് വരുത്താൻ വേണ്ടി 10+2+3 അങ്ങനെ തന്നെ ഡിഗ്രി വേണമെന്ന് ഇടയ്ക്കൊന്ന് കയറ്റിയായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ 10+2+3 ആണ്. അതിനിപ്പോ വലിയ പ്രസക്തി ഇല്ല, എങ്കിലും അതൊന്ന് എഴുതി വെച്ചേക്കുക. പിന്നെ കോപ്പറേറ്റീവ് സെക്ടർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കോഴ്സ് കണ്ടക്ടഡ് ബൈ കർണാടക സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് shall be considered as the alternative qualification of JDC to the candidates belonging to dash district. നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും സംഘത്തിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന JDCയോ HDCയോ ICM നടത്തുന്ന HDCMO ആണ് വേണ്ടത്. എന്നാൽ ഒരു ജില്ലയിൽ മാത്രം കർണാടക സ്റ്റേറ്റ് കോപ്പറേറ്റീവ് നടത്തുന്ന JDC പാസ്സായാലും മതി. ആ ജില്ലയിലെ സഹകരണ സംഘത്തിലേക്കുള്ള അപേക്ഷിക്കുമ്പോൾ ആ ജില്ലക്കാർക്ക് കേരളത്തിലെ JDC തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ആ ജില്ല ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കേരളത്തിലെ JDC വേണം. ആ ജില്ലയിൽ കർണാടകത്തിലെ JDC മതി ആയാലും മതി. അത് കാസർഗോഡ് ജില്ലയാണ്. അടുത്തത് the cooperative society formed for the benefit of SC/ST as the secretary subject to condition that he shall possess minimum general education qualification and he shall acquire HDC or JDC within a period of dash years. അതിന്റെ ആൻസർ എന്തുവാ?
ഉണ്ട്. ഓക്കെ. അതായത് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, SC/ST സംഘത്തിലേക്ക് SC/STക്കാരായിട്ടുള്ളവർക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരീക്ഷ എഴുതാം. അപ്പം SC/STക്കാർക്ക് SC/ST സംഘത്തിലേക്ക് സെക്രട്ടറി പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ JDC വേണ്ട, മിനിമം ക്വാളിഫിക്കേഷൻ മതി. അതായത് 10ാം ക്ലാസ് പാസ്സായാലും അവർക്ക് അപേക്ഷിക്കാം. പക്ഷെ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് JDC പാസ്സാകണം. അപ്പൊ കയറാൻ നേരത്ത് JDC വേണ്ട. മറ്റെല്ലാവർക്കും ഏത് സംഘത്തിലും JDC ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാനൊക്കത്തില്ല. SC/ST സംഘത്തിൽ SC/STക്കാർക്ക് ഏത് പോസ്റ്റിൽ കയറുന്നതിനും ഈ JDC HDC ഒന്നും വേണ്ട. മിനിമം ക്വാളിഫിക്കേഷനായി ജനറൽ ക്വാളിഫിക്കേഷനായി SLC വേണം. എന്നിട്ട് കയറി കഴിഞ്ഞ് 2 കൊല്ലത്തിനകം JDC എടുത്താൽ മതി. ആൻസർ 2 കൊല്ലമാണ്. അടുത്തത്, the dependence of employee dying in harness seeking employment assistance possessing cooperative training within a period of dash years. അതെത്ര? 3 ആണ്. എന്താണ് ക്വസ്റ്റ്യന്? ചില ആൾക്കാര് ജോലിക്കിരിക്കെ മരിച്ചു പോകും. ആ മരിച്ച ആളിന്റെ അനന്തരാവകാശി, അവിടെ ഡിപ്പെൻഡന്റ്, ആശ്രിതർ, അവർക്ക് ജോലി കിട്ടും. അപ്പം ഭർത്താവ് മരിച്ച ഭാര്യയ്ക്കായിരിക്കും ചിലപ്പോൾ എങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് ജോലി കയറിയ കഴിഞ്ഞപ്പോ ഉടനെ ഭാര്യ JDCക്കൊന്നും പോകത്തില്ല. ഭർത്താവ് ചിലപ്പം മരണപ്പെട്ടു പോയി. ആശ്രിത നിയമനം വൈഫിന് കൊടുക്കാൻ തീരുമാനിച്ചു. വൈഫിന് ഡിഗ്രി ഒക്കെ ഉണ്ട്, പക്ഷെ JDC ഇല്ല. എന്നാലും അവരെ ക്ലർക്കായിട്ട് തന്നെ എടുക്കാം. അത് അയാളുടെ മകനായാലും അയാളുടെ മകളാണെങ്കിലും ആരായാലും, ആരാണ് ആശ്രിതരെങ്കിലും അവർക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് വേണം. ട്രെയിനിങ് വേണമെന്നില്ല. JDC HDC വേണമെന്നില്ല. പിന്നീട് 3 കൊല്ലത്തിനകം JDC എടുത്താൽ മതി. മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അത് സംഘത്തിൽ നിന്ന് ശമ്പളം കൊടുത്തു തന്നെയാണ് വിടുന്നത്. കാരണം അയാള് 1 കൊല്ലം JDCക്ക് പോകുമ്പോൾ ആ 1 കൊല്ലവും ശമ്പളം കിട്ടുകയും ചെയ്യും. എന്നാൽ സംഘത്തിലെ മറ്റ് ജീവനക്കാരൊക്കെ പ്രമോഷന് വേണ്ടി JDCക്ക് പോവുകയാണെങ്കിൽ അത് ശമ്പളമില്ലാതെ വേണം പോകാൻ. ഒരു പിയൂണായിട്ട് ജയിലിലേക്ക് കയറിയ ആള് ക്ലർക്കിന്റെ പ്രമോഷന് വേണ്ടി JDCക്ക് പോകുമ്പോൾ ശമ്പളമില്ലാത്ത അവധി എടുത്ത് പോകണം. എന്നാൽ ഡൈയിങ് ഇൻ ഹാർനസുകാർക്ക് 3 കൊല്ലത്തിനകം JDC എടുത്താൽ മതി. അത് സംഘമാണ് വിടേണ്ടത്. സംഘം ശമ്പളം കൊടുത്ത് തന്നെ വിടണം. അടുത്തത്, വേക്കൻസീസ് ഇൻ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ഡീൽസ് ഇൻ റൂൾ ഡാഷ്. അപ്പെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിയിലും പ്രൈമറി സംഘത്തിലെ ജീവനക്കാർക്ക് 50% വേക്കൻസി റിസർവ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന റൂൾ എത്രയാണെന്നാണ് ചോദ്യം. അതായത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാർ ഇപ്പൊ കേരള ബാങ്കിൽ 50% റിസർവേഷൻ ഉണ്ട്. പ്രൈമറി കാർഡ് ബാങ്കിലെ ജീവനക്കാർക്ക് 50% കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കിൽ റിസർവേഷൻ ഉണ്ട്. ഈ 50% റിസർവേഷൻ പറയുന്നത് ഏത് റൂളിലാണെന്നാണ് ചോദ്യം. ആൻസർ 187, 187. അടുത്തത്, ഇൻ അപ്പോയിന്റ്മെന്റ് ടു അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി -% ഓഫ് ദ വേക്കൻസീസ്. നമ്മളിപ്പോ പറഞ്ഞതാണ്, അപ്പെക്സ് സൊസൈറ്റിയിൽ 50% വേക്കൻസിയാണ് റിസർവേഷൻ ഉള്ളത്.
അടുത്തത് reservation of employees in central or apex society, the employees having minimum regular service of dash years. നിങ്ങളൊരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ സംസ്ഥാന ബാങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ മിനിമം 3 കൊല്ലത്തെ സർവീസ് പ്രൈമറി സംഘത്തിൽ ഉണ്ടായിരിക്കണം. അതിന്റെ ആൻസർ 3 years മിനിമം സർവീസ് ഉള്ള ആളിന് മാത്രമേ ഈ റിസർവേഷന്റെ പ്രയോജനം ലഭിക്കത്തുള്ളൂ. അടുത്തത് സ്റ്റാഫ് പാറ്റേൺ ഡീൽസ് ഇൻ റൂൾ ഡാഷ്. എല്ലാ സംഘത്തിലും ഒരു സ്റ്റാഫ് പാറ്റേൺ തയ്യാറാക്കി ആ സംഘത്തിൽ സെക്രട്ടറി എത്ര, അസിസ്റ്റന്റ് സെക്രട്ടറി എത്ര, ഇന്റേണൽ ഓഡിറ്റർ എത്ര, ബ്രാഞ്ച് മാനേജർ എത്ര, അക്കൗണ്ടന്റ് എത്ര, സീനിയർ ക്ലർക്ക് എത്ര, ജൂനിയർ ക്ലർക്ക് എത്ര, ഇങ്ങനെ ഒരു സ്റ്റാഫ് പാറ്റേൺ എല്ലാ സംഘവും തയ്യാറാക്കി രജിസ്ട്രാറുടെ അംഗീകാരം വാങ്ങിച്ചു വെച്ചിരിക്കണം. അത് പറയുന്നത് 188 Every society shall adopt staff pattern indicated in appendix dash. ഓരോ സംഘവും സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാക്കുന്ന തോന്നിയ പോലെ ഉണ്ടാക്കാനൊക്കത്തില്ല. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് സംഘമാണ്. ഒരു സെക്രട്ടറി, ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി, ഒരു ഇന്റേണൽ ഓഡിറ്റർ, 5 സീനിയർ ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക് 5 എണ്ണം, ഇങ്ങനെ എഴുതി കൊടുത്താൽ അത് പറ്റത്തില്ല. ഈ തയ്യാറാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തന്നെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നേ പറ്റൂ, അതിൽ കുറയാം. അത് എവിടെ നിന്നാണ് ഒരു സംഘത്തിലെ കമ്മിറ്റിക്കാർ എവിടെ നോക്കിയായി തയ്യാറാക്കേണ്ടത്? അത് അപ്പൻഡിക്സ് 3 എന്ന് പറഞ്ഞ് നമ്മുടെ സഹകരണ സംഘ ചട്ടത്തിന്റെ 3ാമത്തെ അനുബന്ധത്തിൽ ഓരോ തരം സംഘത്തിലും എത്ര ജീവനക്കാർ ഓരോ ഡെസിഗ്നേഷനും വേണമെന്നുള്ളത് കിടപ്പുണ്ട്. അത് വെച്ച് വേണം സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാക്കാൻ. ആൻസർ അപ്പൻഡിക്സ് 3 ആണ്. വല്ലതും പിടികിട്ടുന്നുണ്ടോ? അല്ല, കുറേശ്ശെ ആൾക്കാർ ഇറങ്ങി പോകുന്നു. ഒന്നും പിടികിട്ടാഞ്ഞിട്ടാണോ എന്നുള്ളതാണ്. അല്ല, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നെങ്കിലും സംശയം ചോദിക്കണം ഉണ്ടെങ്കിൽ. എന്തോ ചോദിക്കാനായില്ലയോ? ദീപുകളിലൊക്കെ ഇത്രയൊക്കെ ഇനി ചോദിച്ചാൽ അതുകൂടെ കുളവാക്കണ്ടെന്നുള്ളത് കൊണ്ടാണോ? ഏതായാലും എല്ലാം മനസ്സിലുണ്ടെങ്കിൽ മനസ്സിലുള്ളതെല്ലാം ചോദിക്കണ്ട, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ചോദിക്കണം. അതിപ്പം മനസ്സിലുള്ള എല്ലാം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തില്ല. സർ 11th ആൻസർ മാത്രം ഒന്ന് പറയൂ. ഏതിന്റെയാ? 11. 3 വർഷം. ഓക്കെ സർ. നിങ്ങളൊരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കേരള ബാങ്ക് വിളിച്ചു പോയാൽ എഴുതാനൊക്കത്തില്ല. സർവീസ് കോട്ടായില്ല. 3 കൊല്ലം സർവീസ് വേണം. അടുത്തത് എനി സൊസൈറ്റി in need of any change in the pattern of staff, including the scale of pay, with the prior sanction of dash. ഏതെങ്കിലും ഒരു സംഘത്തിന്റെ ഇപ്പോൾ ഒരു സ്റ്റാഫ് പാറ്റേൺ തയ്യാറാക്കിയിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, ഒന്നുകിൽ സ്റ്റാഫ് പാറ്റേൺ കൂട്ടണമെങ്കിലും നിയമത്തിന്റെ അപ്പൻഡിക്സ് പറഞ്ഞേക്കുന്നതിന് അനുസരിച്ച് അപ്പൻഡിക്സിൽ 1ാം ക്ലാസ് സംഘത്തിന് 6 ക്ലർക്ക് അല്ലെ 10 ക്ലർക്ക് ഉണ്ടായിരുന്നു. ഈ സംഘം സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാക്കിയപ്പോൾ 5 ക്ലർക്കിൻ്റെതേ കൊടുത്തുള്ളൂ. അത് മതി എന്ന് പറഞ്ഞു. 5 പേരെ നിയമിക്കാൻ പറ്റും. പക്ഷെ പിന്നീട് സംഘം അങ്ങ് ഡെവലപ്പ് കുറച്ചുകൂടെ ഒക്കെ വേണമെന്ന് കണ്ടപ്പോൾ 10 വരെ പറ്റും, പക്ഷെ 5 നമ്മൾ ചോദിച്ചോളൂ. പിന്നെയും നമ്മളത് ചേഞ്ച് ചെയ്ത് രജിസ്ട്രാറോട് പറയണം ഞങ്ങൾക്ക് 10 പേരെ വേണമെന്ന്. ഇപ്പൊ രജിസ്ട്രാർഡ് സാങ്ഷൻ തന്നാൽ മാത്രമേ ആ നിയമനം നടത്താൻ പറ്റൂ. അപ്പൊ അതിന്റെ അംഗീകാരം കണ്ടത് സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാക്കിയതിനകത്ത് ചേഞ്ച് വരുത്തണമെങ്കിൽ രജിസ്ട്രാർഡ് സാങ്ഷൻ വേണം. അടുത്തത് employment assistance shall be given to dash of the dependents of the deceased employee. ഒരു എംപ്ലോയി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു ഡിപ്പെൻഡന്റിനെ ജോലി കിട്ടത്തുള്ളൂ.
അതൊന്നും അങ്ങനെ പറയാൻ കാരണം 1 എന്ന അതിന്റെ ആൻസർ. അതായത് ഒരാള് ഭർത്താവ് മരിച്ച് ഭാര്യയാണ് ജോലിക്ക് കയറിയത്. കയറി കുറച്ചുനാൾ കഴിഞ്ഞന്നെ ഭാര്യ പറഞ്ഞു, ഇനി എനിക്ക് ജോലി വേണ്ട, എന്റെ മകന് കൊടുക്കുക. അത് പറ്റത്തില്ല. ഭാര്യ കയറി കഴിഞ്ഞാൽ ഭാര്യ തന്നെ തുടരുക. വേണ്ടെങ്കിൽ രാജിവെച്ച് പോയാൽ പിന്നെ ഒരു ക്ലെയിം അനത്തിയില്ല. ഒരു ഡിപ്പെൻഡന്റിനെ കൊടുക്കത്തുള്ളൂ. കൂടാതെ ഇത്ര കൊല്ലം സർവീസ് ഉണ്ടെങ്കിലേ ഡിപ്പെൻഡന്റിന് കൊടുക്കത്തുള്ളൂ എന്ന് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഒരാൾ ജോലിക്ക് കയറി ഒരു ദിവസം കഴിഞ്ഞാണ് മരിച്ചു പോയാൽ പോലും അയാളുടെ ഡിപ്പെൻഡന്റ് ജോലി കിട്ടും. The application for appointment under dying in harness shall be made by the dependent within dash years from the date of death of the employee. And the answer എന്താ? ഒരു എംപ്ലോയി മരിച്ചാല് എത്ര നാളിനകം അപേക്ഷ കൊടുക്കണം ഡൈയിങ് ഇൻ ഹാർനസിന്? 1 year. 1 ഇയറിനകം കൊടുക്കണം. എന്നാൽ മറ്റൊരു ചോദ്യം, the dependent on an employee to be the minor, the application shall be submitted within a period of dash year from the date of his attaining the age of maturity. 3 year. ഒരാള് മൈനർക്ക്, അതായത് ഒരാൾ മരിച്ചു പോയനെ അയാളുടെ മകന് 21-25 വയസ്സുണ്ടെങ്കിൽ ആ മകൻ ആ ഫാദർ മരിച്ച 1 കൊല്ലത്തിനകം അപേക്ഷിക്കണം. ആ മകനാണ് വേണ്ടതെങ്കിൽ. എന്നാൽ ഒരാൾ മരിച്ചുപോയി മകന് 15 വയസ്സേ ഉള്ളൂ. ആ 15 വയസ്സ് ഉള്ളെങ്കിൽ അയാൾ എന്നാണോ മച്ചുറാകുന്നത് അത് കഴിഞ്ഞിട്ട് 3 കൊല്ലത്തിനകം അപേക്ഷിച്ചാൽ മതി. അപ്പൊ മച്ചുറാകുന്നവരെയുള്ള ഗ്യാപ്പും ഉണ്ട്. പിന്നീട് 3 കൊല്ലമാണ്. ചിലപ്പം ഫാദർ മരിച്ചത് മകന് കൊച്ചു പയ്യനാണ്. വൈഫ് പറയുന്നത് എനിക്ക് ആ ജോലി വേണ്ട, എന്റെ മകന് കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ പറ്റും. പക്ഷെ ആ മച്ചുറാകുന്നവരെ കാത്തിരിക്കണം. മച്ചുറായി കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ചിലപ്പോ കുട്ടിക്ക് 10 വയസ്സാണെങ്കിലും ഈ 3 ഇയർ തന്നെയാണോ? എല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ. ഓക്കെ. ആ കുട്ടിക്ക് ഇപ്പം 1 വയസ്സേ ഉള്ളൂ എങ്കിലും ആ കൊച്ചൻ പ്രായപൂർത്തിയാകുന്നവരെ കാത്തിരുന്നിട്ട് അപേക്ഷ കൊടുത്താൽ മതി. ഓ, അപ്പം ആ കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്ന ഇയർ അങ്ങനെയാണോ ആൻസർ വരുന്നത്? അതെ. എങ്ങനെ ഓക്കെ സർ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോ 3 ഇയർ എന്ന് പറഞ്ഞപ്പം ഏതാണെങ്കിലും 3 ഇയർ അങ്ങനെ മനസ്സിലായത്, അതാ ചോദിച്ചത്. അല്ലല്ല, മച്ചുറായതിനു ശേഷം. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാ സാർ ഇതിൽ എഴുതുമ്പം? ഡാഷ് ഇയർ എന്ന് പറയുന്നിടത്ത് 3 ആണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാല് 21ാമത്തെ വയസ്സിൽ ഞാൻ കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഒരാൾ മറ്റൊരാകുന്ന 18ാമത്തെ വയസ്സിലല്ലേ. അല്ല സാർ, അപ്പൊ ഇവിടെ 3 ഇയർ എന്ന് ആൻസർ വരുന്നത് എങ്ങനെ? ഇപ്പൊ സാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മച്യൂറിംഗ് ഇയർ എന്ന രീതിയിലല്ലേ വരണ്ടേ? അതേ തന്നെ ഞാൻ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. മെച്ചൂരിറ്റി കഴിഞ്ഞിട്ട് 3 വർഷമാണ്. ഒരാൾ മച്ചറാകുന്ന എത്രാമത്തെ വയസ്സിലാണ്? 18. 18 അല്ലേ? 18 3 കൂട്ടുമ്പോ എത്ര വരും? 21. അതാണ് അങ്ങനെ പറയുന്നുള്ളതേ ഉള്ളൂ. 10 ഓക്കെ. വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അയാളെ 8 കൊല്ലം വരെ അപേക്ഷിക്കേണ്ട. 18 വയസ്സായി കഴിഞ്ഞിട്ട് പിന്നെ 3 കൊല്ലം കൂടെ സമയമുണ്ട്. ഓക്കെ സാർ.
the appointment of the person in dying in harness shall be made only with prior concurrence of the dash. ഒരു കാര്യം കൂടി ഇതിപ്പോ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. നിങ്ങളുടെ പ്രബേഷൻ, ഞാനത് പറഞ്ഞില്ലായിരുന്നു, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പ്രബേഷൻ കാലഘട്ടത്തിൽ നിങ്ങളെ ജോലിക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റിക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാനൊക്കത്തില്ല. രജിസ്ട്രാറുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഒരു ആള് പ്രബേഷൻ ശരിയല്ലെന്ന് പറഞ്ഞ് പിരിച്ചുവിടാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പിരിച്ചുവിടുമ്പോൾ രജിസ്ട്രാറുടെ അനുവാദം വേണ്ട. എന്നാൽ പ്രബേഷൻ ശരിയല്ല എന്ന് പറഞ്ഞാണ് നിങ്ങളെ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതങ്ങ് ഏകപക്ഷീയമായി പറ്റില്ല. അത് രജിസ്ട്രാറുടെ സാങ്ഷൻ വാങ്ങിച്ചിട്ടേ പറ്റൂ. നമ്മൾ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഓർമ്മിപ്പിച്ച, ഇവിടെയും ഡൈയിങ് ഇൻ ഹാർനസിൽ ആളിനെ നിയമിക്കണമെങ്കിൽ അതിന് രജിസ്ട്രാറുടെ സാങ്ഷൻ വേണം. എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ മകനോ ഭാര്യയ്ക്കോ ആരെങ്കിലും ഡിപ്പെൻഡന്റ് ജോലി വേണമെങ്കിൽ സഹകരണ സംഘം ഒരു തീരുമാനമെടുക്കുകയും എല്ലാ പേപ്പർ വർക്കുകളും മരിച്ച വിവരങ്ങളും അനന്തരാവകാശികളെയും അവരുടെ കൺകറൻസും എല്ലാം കൂടെ വാങ്ങിച്ച് ഈ അപേക്ഷ രജിസ്ട്രാർക്ക് കൊടുക്കണം. രജിസ്ട്രാർ ആ ആളിനെ നിയമിക്കാൻ അംഗീകാരം ലഭിക്കുമ്പോൾ മാത്രമേ നിയമിക്കാൻ പറ്റൂ. ബാക്കി ഒരു നിയമനത്തിനും രജിസ്ട്രാറുടെ സാങ്ഷൻ വേണ്ട. അപ്പൊ നിങ്ങളെ ക്ലർക്കായിട്ട് നിയമിക്കണമെന്നുണ്ടെങ്കിൽ ഫീഡർ കാറ്റഗറിയിലുണ്ട്, സ്റ്റാഫ് പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ ബോർഡിന് അപേക്ഷ കൊടുത്താൽ അവർ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിയമനം നടത്തുന്നതിന് പ്രത്യേകിച്ച് രജിസ്ട്രാറുടെ സാങ്ഷൻ ഒന്നും വേണ്ട. എന്നാൽ ഡൈയിങ് ഇൻ ഹാർനസിൽ ഒരാൾക്ക് ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ആളിന്റെ നിയമിക്കാൻ വേണ്ടി രജിസ്ട്രാറുടെ സാങ്ഷൻ വേണം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എനി സൊസൈറ്റി ഡിപ്പെൻഡ് അപ്പോയിന്റ്മെന്റ് ഓഫ് ദ പേഴ്സൺ in dying in harness shall be made only with the prior concurrence of the registrar of cooperative societies. അടുത്തത് ഒരെണ്ണോടെ പറഞ്ഞിട്ട് നിർത്തുന്നതായിരിക്കും സന്തോഷമാകും എന്നുള്ള വിചാരത്തിൽ. അപ്പർ ഏജ് ലിമിറ്റ് ഷാൽ നോട്ട് അപ്ലൈ ഇൻ ദ കേസ് ഓഫ് ഡാഷ്. അതായത് നിങ്ങൾക്കറിയാം ഏതൊരാൾക്കും 40 വയസ്സ് വരെ മാത്രമേ ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റൂ. എന്നാൽ SC/ST അവർക്കൊക്കെ പ്രത്യേക പരിഗണനയുണ്ട്. ഡൈയിങ് ഇൻ ഹാർനസുകാർക്കാണെങ്കിൽ അവർക്ക് 40 വയസ്സ് വരെയാണ്. എന്നാൽ ഭർത്താവ് മരിച്ച ഭാര്യയ്ക്കോ ഭാര്യ മരിച്ച ഭർത്താവോ ഭാര്യ മരിച്ച ഭർത്താവിനെ വിഡോവർ എന്നും ഭർത്താവ് മരിച്ച ഭാര്യയെ വിഡോ എന്നും പറയും. ഈ അപ്പർ ഏജ് ലിമിറ്റ് ബാധകമല്ലാത്തത് വിഡോയ്ക്കും വിഡോവർക്കുമാണ്. ഡൈയിങ് ഇൻ ഹാർനസില് വിഡോയ്ക്കും വിഡോവർക്കും ഭർത്താവ് മരിച്ചത് 55-ാമത്തെ വയസ്സിൽ ഭാര്യയ്ക്ക് 52 വയസ്സാണെങ്കിൽ ആ 52 വയസ്സുകാരിയായ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാം, അവർക്ക് താല്പര്യം വന്നാൽ. അവരുടെ കാര്യത്തില് ഏജ് ലിമിറ്റ് പരിധിയില്ല. ഇതുപോലെ തിരിച്ചും ഭാര്യ ജോലിക്കാരിയായിരുന്നു, 19 വയസ്സുണ്ടായിരുന്നു, മരിച്ചുപോയി, ഭർത്താവിന് 55 വയസ്സുണ്ട്, അവർക്ക് വേറെ അനന്തരാവകാശികൾ ഉണ്ടെങ്കിൽ അയക്ക് കയറാം. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഈ ഏജ് ലിമിറ്റ് ബാധകമല്ലാത്തത് ആർക്കും ചോദിച്ചാൽ ആകെ ഈ 2 പേർക്കേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം. 15-ാമത്തെ ആൻസർ പറയാമോ? 15-ാമത്തെ അതെ അതെ. എംപ്ലോയ്മെന്റ് ഷാൽ ബി ഗിവൺ ടു വൺ ഓഫ് ദ ഡിപ്പെൻഡന്റ്. ഒരു ഡിപ്പെൻഡിനെ കൊടുക്കൂ എന്നുള്ളതാണ് 1 എന്ന ആൻസർ. ഓക്കെ സാർ. സാർ 6 ഒന്ന് പറയുമോ സാർ? 6 കാസർഗോഡാണ്.
ഇപ്പൊ പറയുന്ന ആളിന്റെ എന്തോ പ്രശ്നം. കേൾക്കാനൊക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചത് ആർക്കെങ്കിലും കേട്ടായിരുന്നോ? ഒന്ന് പറയാവോ? ഇല്ല സാർ, വോയിസ് ക്ലിയർ അല്ലായിരുന്നു. ക്ലിയർ ഇല്ല സർ, ക്ലിയർ ആയില്ല. എലിസബത്ത് ആണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത്, പക്ഷെ വ്യക്തമായില്ല. അല്ല അല്ല. അല്ല സാർ, വേറെ എവിടെയാ ആയി എന്ന് പറയും. ഒക്കെ സാരമില്ല, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേര്. ആ ചോദിച്ച ആള് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, ഗുഡ് sir. നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. Thank you, sir.